മനസ്സിലാക്കുക. യേശു ക്രിസ്തുവിന്, അതായത് യേശു ക്രിസ്തുവിന് ഏകദേശം 700-750 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളാണ്. ഇതൊരു പ്രവചനമാണ്, ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന പ്രവചനമാണ്. ഇതില് ചിലത് നടന്നു, ചിലത് നടക്കാനുണ്ട്. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കണം. ഈ പ്രവചനത്തിൽ എല്ലാം നടന്നിട്ടില്ല, ചിലത് നടന്നു. ഇത് പ്രവചിക്കുന്ന സമയത്ത് ഇതിലൊന്നും നടന്നിട്ടില്ല. അതായത് ക്രിസ്തു ഈ ഭൂമിയിൽ യേശുവായി ജനിക്കുന്നതിനും 750 വർഷം മുമ്പാണ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ ആ സമയത്ത് ഒന്നും നടന്നിട്ടില്ല. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ജനിച്ചപ്പോ ഇതില് ആദ്യത്തെ 2 ഭാഗം നടന്നു. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അത് നടന്നു. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഇത് സ്വർഗസ്ഥ പിതാവിനെ കുറിച്ച് പറയുന്നതല്ല. ഇതൊക്കെ സത്യമാണ്. ഇത് എന്താ ഈ സംഭവം എന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ജനമാകെ പാനിക്കാ. അവർക്ക് മനസ്സിലാകുന്നില്ല എന്ത് സംഭവം. എന്റെ സഹോദരങ്ങളെ, ഇത് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് തന്നെയാ. അതായത് ഇത് പറയുന്ന സമയത്ത് ക്രിസ്തുവിന് ഈ പേരൊന്നുമില്ല. ഈ പേരൊക്കെ ഇനി വിളിക്കപ്പെടും. ഇങ്ങനെ പേരുകളൊക്കെ ഈ വ്യക്തിക്ക് ഉണ്ടാകും എന്നൊരു പ്രവചനമാണ്. അല്ലാണ്ട് ഇതൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ. പലരും ചിന്തിക്കുന്നത് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ചിന്തിച്ചോണ്ടിരിക്കണേ. സഹോദരങ്ങളെ, യേശു ക്രിസ്തു, അതായത് ക്രിസ്തു താൻ ജനനം മുതലേ ദൈവം തന്നെ. അപ്പോഴും ഇപ്പോഴും എപ്പോഴും യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അസ്തിത്വം ദൈവമാണ്, ദൈവരൂപം. പക്ഷെ ഇവിടെ പറയുന്നത് ആ ദൈവത്തിന്റെ മുമ്പിൽ വേറൊരു പേരും കൂടി വരും, വീരനാം ദൈവം, മൈറ്റി ഗോഡ്. അല്ലാണ്ട് അവൻ ദൈവം എന്ന് വിളിക്കപ്പെടുന്നല്ല. അതിന്റെ കൂടെ ചെറിയ ഒരു ക്യാപ്ഷൻ വേണമെങ്കിൽ പറയാം. ഇതുകൊണ്ടാ ബൈബിൾ പറയുന്നത് ദൈവങ്ങൾ എന്ന് വിളിക്കുന്നവർ അനേകരുണ്ടല്ലോ, എലോഹീം എന്ന് വിളിക്കുന്നവർ അനേകരുണ്ടല്ലോ. ഇതൊന്നും മനസ്സിലാക്കാതെ ബൈബിള് വായിച്ച് എന്തെങ്കിലും ഡോക്ടറിന് ഉണ്ടാക്കി വെച്ചിട്ട് അതുകൊണ്ട് ജനത്തെ ചതിക്കുകയും കുഴിയിലിറക്കുകയും ചെയ്യരുത്. മനസ്സിലാക്കുക. ആദ്യം ജനത്തോട് പറ, ദൈവങ്ങൾ എന്ന് പറയുന്നവർ ആരാന്ന് പറഞ്ഞു കൊടുക്കുക. അതിന്റെ നടുവിൽ പിതാവായ ഏകദൈവം ഉണ്ടെന്ന് പറയുന്നത് എന്താണെന്ന് ജനത്തിന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അധികം ടീച്ച് ചെയ്താൽ മതി. അതായിരിക്കും നല്ലത്. അല്ലാതെ ചുറ്റുവട്ടം കിടന്നു ഷാജിയോസ് ദുരുപദേശം പറയുന്നു എന്നൊക്കെ പറയാതെ ദയവേദി ആ സ്നേഹത്തോടെ അങ്ങോട്ട് പറയട്ടെ, അങ്ങേക്ക് ധൈര്യമുണ്ട്. ഷാജിയോസ് പറയുന്ന ദുരുപദേശമാണെന്ന് ഈ പബ്ലിക് ചാനൽ എല്ലാവരും നോക്കി നിൽക്കെ വിശുദ്ധ ബൈബിളിലൂടെ തെളിയിക്കുന്ന ധൈര്യമുണ്ട്. സ്വർഗത്തിലെ കുടുംബത്തെ കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല അല്ലെ. ഭൂമിയിലെ കുടുംബത്തിലും സ്വർഗത്തിലെ കുടുംബത്തിലും പേര് വരുവാനിടയായ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. വലതു പറയാ, ഞാൻ മുട്ടുമടക്കുന്നു. 3 ലോകത്ത് എക്സിസ്റ്റൻസ് ഉണ്ട്. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് 3 ലോകത്തുള്ളവരും യേശുവിന്റെ മുമ്പിൽ മുട്ടുമടക്കും. ഇത് ഫാദേഴ്സ് കോർണർ ആണ്. നമ്മൾ ഭൂമിയിൽ മനുഷ്യരുടെ എക്സിസ്റ്റൻസിൽ നിൽക്കുകയാണ്, ഫോം ഓഫ് ലൈഫ്. എന്നാൽ സ്വർഗത്തിൽ മനുഷ്യരുടെ എക്സിസ്റ്റൻസിൽ അല്ല അവിടെ നിൽക്കുന്നത്. അവിടെ ദൈവപുത്രന്മാരുടെ എക്സിസ്റ്റൻസിലാണ്, ദൈവദൂതന്മാരുടെ എക്സിസ്റ്റൻസിലാണ്. ഹല്ലേലൂയ. വീണുപോയ ദൂതന്മാരുടെ എക്സിസ്റ്റൻസിലാണ്. ഫോം ഓഫ് ലൈഫ് ഒക്കെ വ്യത്യാസമുണ്ട്. ഇനി പാതാളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, സ്വർഗത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും പാതാളത്തിലുള്ളവരും 3 ലോകത്തുള്ളവരും ക്രിസ്തുവിന്റെ മുമ്പിൽ യേശുവാണ് കർത്താവെന്ന് ഏറ്റുപറയണം. എന്തിനു വേണ്ടി? യേശു ഇതെല്ലാം കൊടുത്ത ഒരാളുണ്ട്. ആ വ്യക്തിയാണ് സ്വർഗസ്ഥ പിതാവ്. ആ പിതാവിന്റെ മഹത്വത്തിനായി ഏറ്റുപറയും. പിതാവിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള പരിപാടിയല്ല ഇത്. നിങ്ങൾ നോക്കിയേ, വേറെ ഫോം ഓഫ് ലൈഫ് ഉണ്ടോ? ഗോഡ് ദ ഫാദർ. ഇതൊക്കെ ഹെവൻലി ഫോം ഓഫ് ലൈഫാ. ഇതാ പിതാവിനെ കുറിച്ച് പറയുന്നത്. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ. അപ്പോ ആ ജീവൻ നിറഞ്ഞിരിക്കുക പിതാവിലെ. ഫോം ഓഫ് ലൈഫ്. ഇതിലേക്ക് പുത്രനെ നോക്കി, ഇവിടെ നോക്കിയേ, പുത്രനെ കണ്ടോ? ക്രിസ്തുവിനെ കണ്ടോ? ഹെവൻലി ബീയിങ് ആണ്. പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകുവാൻ വരം കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇവരൊക്കെ പിതാവും പുത്രനും ഒക്കെ സെയിം ഫാമിലിയാണ്, സെയിം ലൈഫാണ്. പക്ഷെ പിതാവിന്റെ ഉള്ളിലെ അതേ ലൈഫ് തന്നെയാണ് പുത്രന്റെ ഉള്ളിലെ ലൈഫ്. പിതാവിന്റെ ഫോം ഓഫ് ലൈഫ് തന്നെയാണ് പുത്രന്റെയും ഫോം ഓഫ് ലൈഫ്. ഇനി ആ പുത്രനിൽ എത്ര പുത്രന്മാർ ജനിച്ചാലും അവരുടെ ഒക്കെ ഫോം ഓഫ് ലൈഫ് സെയിം ആണ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ആ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ ഇന്ന് മനുഷ്യന്റെ ഫോമിൽ ഇരിക്കുന്ന നമ്മളുടെ ഫോം മാറും. നമ്മളുടെ ഫോം മാറിയിട്ട് നമ്മൾ ക്രിസ്തുവിന്റെ ഫോമിലേക്ക് മാറും. നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകിയ നാം അവനോട് സദൃശ്യരാകും. We will change our form. Praise the Lord.
സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും പ്രത്യേകിച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റുള്ള സകലരെയും അറിയുകയാണ്. വീണ്ടും മറ്റൊരു മനോഹര ദിവസം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി. ദൈവത്തിന്റെ പാദപീഠെ ക്രിസ്തുവിൽ അണയുവാൻ, ദൈവിക ചിന്തകളുടെ പ്രകാശനമായി തീരുവാൻ ദൈവം തന്ന നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം എന്നിൽ ജീവിക്കുകയും എന്നിലൂടെ ജീവിക്കുകയും ചെയ്യുവാൻ ഈ ജീവിതം വീണ്ടും പരിപൂർണമായി ദൈവങ്ങളെ സമർപ്പിക്കുന്നു. നിങ്ങളുടെ ഏവരുടെയും ഹൃദയങ്ങളെ ദൈവം തുറന്നു തരട്ടെ. ദൈവഹൃദയത്തിലെ ചിന്തകൾ നിങ്ങളിലേക്ക് എത്തി അതിൽ അധ്വാനിച്ച് അതിനോട് ചേർന്ന് സ്വകീയ പിതാവിൽ ഒന്നായി ചേരുവാൻ നമ്മളെ ഏവരെയും ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ദി ഫോം ഓഫ് ലൈഫ് ആണ്. നമ്മൾ കഴിഞ്ഞ സന്ദേശങ്ങളിൽ ചിന്തിച്ചതിന്റെ ബാലൻസ് ആണ്. പക്ഷെ അതിന്റെ ടൈറ്റില് ദ ഫോം ഓഫ് ലൈഫ്. സഭയിലെ കുഞ്ഞുങ്ങൾക്ക് അറിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത, അതുകൊണ്ട് സത്യം അറിയാത്തതുകൊണ്ട് ജനം ഇന്നും ബന്ധനത്തിൽ കിടക്കുന്ന ഒരു കാര്യമാണ് ഇത്, ദി ഫോം ഓഫ് ലൈഫ്. ഫിലിപ്പിയർ 2:6 ഇങ്ങനെ പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. അപ്പൊ അതിനെ വചനസത്യമാണ്. പക്ഷെ നമ്മളാ ദി ഫോം ഓഫ് ലൈഫ്, അത് എക്സിസ്റ്റൻസ്, ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും അറിവില്ലായ്മയിൽ തട്ടി വീഴുന്നു. അതുകൊണ്ട് നമ്മൾ വ്യത്യസ്ത തലങ്ങളിലേക്കൊക്കെ ഓടി ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകും. സ്വർഗീയ പിതാവ് എന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം അതിൽ നിന്ന് മാറിപ്പോകും. ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗീയ പിതാവാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ച ക്രിസ്തുവാകുന്ന തലയോളമാണ്. നാം അങ്ങനെ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവാകുന്ന തലയോളം വളരുവാനിടയാകും. ലേഖനം പറയുന്ന കാര്യമാണ് 4-ാമത്തെ. അപ്പോൾ തന്നെ യേശു ക്രിസ്തു പറയുന്നു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പൊ നമ്മുടെ ലക്ഷ്യം പിതാവിന്റെ അടുക്കൽ എത്തുക എന്നുള്ളത്. Goal is to reach the Heavenly Father. Growth is to grow unto the fullness of Jesus Christ. He is our head. ഇനി നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിൽ നല്ലൊരു പങ്കും യേശുവിനെ കർത്താവായി സ്വീകരിക്കുകയും സുവിശേഷ വേല അറിയിക്കുകയും അഭിഷേകം പ്രാപിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുന്ന മേജർ കൂട്ടവും ലക്ഷ്യത്തിൽ എത്തുന്നില്ല, സ്വർഗീയ പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇതാണ് യേശു ക്രിസ്തു മത്തായി 7:21, 22, 23 പ്രവചിച്ചു പറഞ്ഞത്. അന്നാളിൽ പലരും എന്നോട് പറയുമെന്ന് പറഞ്ഞ് പ്രവചിച്ചു പറയുകയാണ്. ഒരു കൂട്ടർ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, യേശു ക്രിസ്തു അവരെ സ്വകാര്യത്തിൽ പ്രവേശിപ്പിച്ചില്ല. വേറൊരു കൂട്ടർ സുവിശേഷം അറിയിച്ചു, കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്തു, യേശു ക്രിസ്തു അവരെയും പ്രവേശിപ്പിച്ചില്ല. അധർമ്മം പ്രവർത്തിക്കുന്നതിന് എന്നെ വിട്ടു പോകുവിൻ, എന്നെ കർത്താവേ എന്ന് പറയുന്ന യവനുകൾ എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യ അവകാശമാണ്. ഇതെല്ലാം ബൈബിളിൽ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടും ഇതൊന്നും പ്രസംഗിക്കുന്നവനുമില്ല, ഇതൊന്നും കണ്ടതായിട്ട് നടിക്കുന്നവനുമില്ല. പകരം മാനുഷികമായ കുറെ ബൈബിൾ വേർഡ് വെച്ചിട്ട് മാനുഷികമായ കുറെ ഡോക്ട്രിൻസ് ഉണ്ടാക്കിയിട്ട് അതിനുവേണ്ടി അതിനെ സ്ഥാപിച്ചെടുക്കാൻ തർക്കിച്ചു നിൽക്കുന്നവരാണ് അധികം. ചുമ്മാ വേസ്റ്റേജ് ഓഫ് ടൈം. എന്റെ കുഞ്ഞുങ്ങളെ, അതിലേക്ക് നിങ്ങൾ പോകാൻ നിൽക്കരുത്. എപ്പോഴും എന്ത് സംസാരിക്കുമ്പോഴും അതിന്റെ ലക്ഷ്യം എന്താണ്, ഇത് ഞാൻ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ സമയം വേസ്റ്റ് ചെയ്യരുത്. ടൈം ഈസ് ദ പ്ലാറ്റ്ഫോം കറൻസി. അതുകൊണ്ട് വേണം നമ്മൾ ലൈഫ്, തേജസ്, ഗ്ലോറി ഉണ്ടാക്കിയെടുക്കും.
ദൈവം അതിനായി നിങ്ങളെ ഇവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അപ്പോ ഇതുമായി ബന്ധത്തില് നമുക്ക് 2 വചനങ്ങളെ വായിച്ച് നമുക്ക് തുടങ്ങാം. ഓക്കെ, എങ്കിലേ കാര്യം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഒന്ന് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം. ആരെങ്കിലും വചനം വായിക്കാൻ എന്നുണ്ടെങ്കിൽ അവർക്ക് ശബ്ദം ഉയർത്തി വചനം വായിക്കാം. 2-ന്റെ 6-ഉം 7-ഉം. 6-ഉം 7-ഉം. ഓക്കെ. യേശുക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ശ്രദ്ധിച്ച പ്രിയ സഹോദരങ്ങളെ, അവിടുത്തെ ആ വേട് ശ്രദ്ധിക്കുക. അവൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദൈവരൂപത്തിലിരിക്കെ, എക്സിസ്റ്റിംഗ് ഇൻ ദ ഫോം ഓഫ് ഗോഡ്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി. He changed his form. He changed his existence. ക്രിസ്തു രൂപം മാറി, ദൈവരൂപത്തിൽ നിന്ന് മനുഷ്യരൂപത്തിലേക്ക്. ഇതാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം പഠിച്ചുകൊണ്ടിരുന്ന വിഷയത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ് മനസ്സിലാക്കാൻ പോകുന്നത്. 9-ന്റെ 6 മുതൽ നമുക്ക് വായിക്കാം. നിങ്ങൾ ബൈബിള് എന്റെ കൂടെ ബൈബിള് തിരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. ഓക്കെ, നാടകം കണ്ടിരിക്കുന്നത് പോലെ ഇരുന്നാൽ കാര്യമൊന്നും നടക്കത്തില്ല. ഈ നാളുകളിൽ പരിജ്ഞാനം പ്രാപിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വീഴും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ബാക്കി നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചുള്ള ആധിപത്യത്തിന്റെ വർധനയ്ക്ക് അവസാനമില്ല എന്നുള്ള. ഓക്കെ, അപ്പൊ ഇത് നമ്മള് പ്രിയ സഹോദരങ്ങളെ 2 ആഴ്ചയായി ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കേൾക്കാത്തവര്, ഇതിന് മുമ്പിലത്തെ എപ്പിസോഡുകൾ കേൾക്കാത്തവർ അത് പോയി കേൾക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. കാരണം ഈ 2 ഭാഗങ്ങളും മനുഷ്യർക്ക് അറിവില്ലാത്തത് കൊണ്ട് അവർ അറിവില്ലായ്മയിൽ തട്ടി അവർ വീഴുകയാണ്. പിശാചിനും അവന്റെ ടീമിനും അത് വളരെ ആദായമാണ് താനും. അപ്പൊ ഇവിടെ ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്, യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. നാം കേട്ടു. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു എന്നത് യേശുവിനെ കുറിച്ചാണ് പറഞ്ഞത്. നാം കേട്ടു. കേൾക്കാത്തവരെ പോയി കേൾക്കണം. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ക്രിസ്തുവിനെ കുറിച്ചാണ് നാം കേട്ടു. ക്രിസ്തു ദൈവപുത്രൻ, യേശു ശിശു മനുഷ്യപുത്രൻ. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയാണ്. കേൾക്കാത്തവരെ പോയി കേൾക്കുക. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അതായത് ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. ഭരണം ക്രിസ്തുവിന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അപ്പോ ഇത് മനസ്സിലാക്കുക. യേശു ക്രിസ്തുവിന്, അതായത് യേശു ക്രിസ്തുവിന് ഏകദേശം 700-750 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളാണ്. ഇതൊരു പ്രവചനമാണ്, ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന പ്രവചനമാണ്. ഇതില് ചിലത് നടന്നു, ചിലത് നടക്കാനുണ്ട്. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കണം. ഈ പ്രവചനത്തിൽ എല്ലാം നടന്നിട്ടില്ല, ചിലത് നടന്നു. ഇത് പ്രവചിക്കുന്ന സമയത്ത് ഇതിലൊന്നും നടന്നിട്ടില്ല. അതായത് ക്രിസ്തു ഈ ഭൂമിയിൽ യേശുവായി ജനിക്കുന്നതിനും 750 വർഷം 700-750 വർഷം മുമ്പാണ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ ആ സമയത്ത് ഒന്നും നടന്നിട്ടില്ല. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ജനിച്ചപ്പോ ഇതില് ആദ്യത്തെ 2 ഭാഗം നടന്നു.
നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അത് നടന്നു. ഓക്കെ. ഇനി കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രസംഗിച്ച ആധിപത്യം അവന്റെ തോളിലിരിക്കും. ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. അത് നടന്നിട്ടില്ല. അതിന്റെ പണി നടക്കുന്നതേ ഉള്ളൂ. അതിന്റെ പണിയിൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് എന്റെ മക്കളെ, കുഞ്ഞുങ്ങളെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. പക്ഷെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നു. ഓക്കെ. അപ്പോ അതുകൊണ്ടാണ് പറയുന്നത്, 1 കൊണ്ട് 10 നേടിയതിന് 10 പട്ടണങ്ങളുടെ ഭരണം കൊടുക്കും, 1 കൊണ്ട് 5 നേടിയതിന് 5 പട്ടണങ്ങളുടെ ഭരണം കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല. നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഓവർ ടൈം ഉണ്ടോ, നമുക്ക് മനസ്സിലാവുന്ന കാര്യം കുറച്ചുകൂടി പൈസ കിട്ടുമോ, എങ്ങനെ കിട്ടും, ഏത് രീതി കിട്ടും, ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ശ്രദ്ധിച്ചേ. എന്നാൽ ഓവർ ടൈം കിട്ടുന്നത്, കുറച്ചുകൂടി പൈസ കിട്ടുന്നതൊക്കെ നല്ലതാ. അതല്ല സെമിത്തേരിയോണ്ട് തീരും, അത് നിത്യമായിട്ട് നിലനിൽക്കത്തില്ല. പക്ഷെ നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ഇന്ന് ക്രിസ്തുവിന്റെ മുഖമേറ്റ് ക്രിസ്തുവിന്റെ ഉത്തരവാദിത്വത്തിന് നമ്മളും, ഒരു ഭാര്യ ഭർത്താവിന്റെ ഉത്തരവാദിത്വ പങ്കാളിയാകുന്ന പോലെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ക്രിസ്തുവിന്റെ ഷെയറിൽ ഒരു ഭാഗം നമുക്കും കിട്ടും. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളാകും. പങ്കാളി എന്ന് കേട്ടിട്ടുണ്ടോ? ബിസിനസ് പങ്കാളി, ജീവിത പങ്കാളി, ഇല്ലേ? പങ്കാളി. ഹല്ലേലൂയ. പങ്കാളിത്തം കിട്ടും, ഷെയർ കിട്ടും, ഹെവൻലി ഷെയർ. ഹല്ലേലൂയ. ഭൂമിയിലെ എർത്തിലെ ഷെയറിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണെന്ന് അറിയോ? അപ്പോ ഇത് ഇതുവരെ നടന്നിട്ടില്ല. നടക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. രണ്ടാമത്തെ ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കുമെന്നതിന്റെ ആ രംഗത്തേക്ക് എത്തിയിട്ടില്ല, ഉടനെ എത്തും. ഹല്ലേലൂയ. നമ്മൾ സഹകരിച്ചാലും സഹകരിച്ചില്ലേലും എത്തും. സഹകരിക്കുന്നവർക്ക് ഗുണമുണ്ട്. ഹല്ലേലൂയ. ഇനി അടുത്തത്, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഇത് സ്വർഗസ്ഥ പിതാവിനെ കുറിച്ച് പറയുന്നതല്ല. ഇതൊക്കെ സത്യമാ. ഇത് എന്താ ഈ സംഭവം എന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ജനമാകെ പാനിക്ക. അവർക്ക് മനസ്സിലാകുന്നില്ല എന്ത് സംഭവം എന്ന്. എന്റെ സഹോദരങ്ങളെ, ഇത് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് തന്നെയാ. അതായത് ഇത് പറയുന്ന സമയത്ത് ക്രിസ്തുവിന് ഈ പേരൊന്നുമില്ല. ഈ പേരൊക്കെ ഇനി വിളിക്കപ്പെടും. ഇങ്ങനെ പേരുകളൊക്കെ ഈ വ്യക്തിക്ക് ഉണ്ടാകും എന്നൊരു പ്രവചനമാണ്. അല്ലാണ്ട് ഇതൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ. ഇത് പലരും ചിന്തിക്കുന്നത് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ചിന്തിച്ചോണ്ടിരിക്കണേ. ഹല്ലേലൂയ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല, ഇതൊരു പ്രവചനമാണ്. ഭാവിയിൽ ക്രിസ്തുവിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. ഇന്നിന്ന പേരുകളൊക്കെ ക്രിസ്തുവിന് വിളിക്കപ്പെടും. അപ്പൊ പുതിയ പേരുകൾ കിട്ടും. പേരുകൾ പലതിന്റെയും ജോലിയുടെ അടിസ്ഥാനത്തിൽ, സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും പേര്. ജോലിയുടെ അടിസ്ഥാനത്തിൽ, സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ. വിനോദ് റാസൽ കൈമിൽ നിന്ന് എന്നെ കണ്ടോണ്ടിരിക്കുക. ഞാൻ പറയാണ്, വിനോദ് ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടുത്തെ സീനിയർ ടെക്നീഷ്യൻ അല്ലെങ്കിൽ സീനിയർ എഞ്ചിനീയർ ആയി വിളിക്കപ്പെടും. വിനോദ് ഒരു പിതാവ് എന്ന് വിളിക്കപ്പെടും എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇപ്പോഴത്തെ പേരല്ല. അതൊക്കെ ഭാവിയിൽ വിനോദിന് വരാൻ പോകുന്ന പേരാ. സീനിയർ എഞ്ചിനീയർ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ ഇപ്പോഴത്തെ സ്ഥാനത്ത് നിന്ന് പ്രൊമോഷൻ കിട്ടി വരണം. മൂപ്പന്മാരായിട്ടുള്ളവർ അവിടുന്ന് പോവുകയും ചെയ്യണം. അപ്പൊ ആ സ്ഥാനം കിട്ടും. ഇനിയിപ്പോ ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ, പിതാവെന്ന് വിളിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ പോയി കല്യാണം കഴിക്കണം. എന്നിട്ട് എന്നാലും കിട്ടൂല. അപ്പൊ ഭർത്താവെന്ന പേര് കിട്ടും. പിന്നെ കുഞ്ഞുങ്ങളെ കഴിയുമ്പോ പിതാവെന്ന് കിട്ടും. പക്ഷെ അപ്പോഴും കിട്ടൂല നിത്യപിതാവെന്ന്. പിതാവെന്ന് കിട്ടും. എന്നാൽ നിത്യപിതാവെന്ന് പേര് കിട്ടും. മരിച്ചിട്ട് ഉയർത്താ മതി. പിന്നെ മരണമില്ലെങ്കിൽ നിത്യപിതാവെന്നും പേരാവും.
യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഈ ക്രിസ്തുവിൽ വിളിക്കപ്പെടും. ഇറ്റ്സ് എ പ്രോഫസി, വരാൻ പോകുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഇത് സ്വർഗസ്ഥ പിതാവിനെ കുറിച്ച് പറയുന്നൊന്നും അല്ല. സ്വർഗസ്ഥ പിതാവിനെ കുറിച്ച് ആരെങ്കിലും പ്രവചിക്കുകയാണ്, സ്വർഗസ്ഥ പിതാവ് നിത്യപിതാവേ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞാല്, ഞാൻ അങ്ങനെ പറഞ്ഞ എല്ലാവരും എന്നെ പൊട്ടാന്ന് വിളിക്കും അല്ലേ? സ്വർഗസ്ഥ പിതാവ് നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും. എന്റെ സഹോദരങ്ങളെ, സ്വർഗസ്ഥ പിതാവ് ഓൾറെഡി നിത്യപിതാവാണ്. ഹല്ലേലൂയ. പക്ഷെ ഇത് പ്രവചിക്കുന്ന സമയത്ത് യേശു ക്രിസ്തു നിത്യപിതാവൊന്നും അല്ല. പിതാവ് ആണെങ്കിലേ, ഒന്ന് വില്ലിയാമോ? പിതാവാണെങ്കിലേ ഒന്ന് വില്ലിയാമോ? എനിക്കറിയാം നിങ്ങൾക്ക് അറിയത്തില്ലെന്ന്, എങ്ങനെ പിതാവാകണേന്ന്. അടുത്തേക്കാൻ ദൂതനോടൊന്ന് പറയാൻ പറ്റുമെങ്കിൽ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്ക്. പിതാവാകണമെങ്കിലേ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണം, മക്കളെ ജനിപ്പിക്കണം. പിതാവാകണമെങ്കിൽ സഹോദരി പറഞ്ഞേട്ടോ, പിതാവാകണമെങ്കിൽ മക്കളെ ജനിക്കണമെന്ന്. ഹല്ലേലൂയ. ഭയങ്കര ബുദ്ധിയാ സഹോദരിക്കുന്ന പലരും ചിന്തിക്കണേ. ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം ആ സഹോദരി പറഞ്ഞു. എന്നാലെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. പിതാവാകണമെങ്കിൽ മക്കളെ ജനിപ്പിക്കണം. ക്രിസ്തുവിന് പിതാവ് മക്കളെ കൊടുത്തിട്ടേ ഉള്ളൂ, ജനിപ്പിച്ചിട്ടില്ല. ഇതാ യേശു പറയണ, ഞാനും എന്റെ ദൈവം എനിക്ക് തന്ന മക്കളും. അത് ജനിച്ചത് കാൽവരി ക്രൂശില. മനസ്സിലായോ? അവരെ സൃഷ്ടിച്ചത് കാൽവരി ക്രൂശില. അവര് ജനിക്കുമ്പോഴാണ് യേശു ക്രിസ്തു നിത്യപിതാവ് എന്ന തലത്തിലേക്ക് മാറുന്നത്. കാരണം ആ പിതാവ്, യേശു ക്രിസ്തു എന്ന ആ പിതാവ് ആയത് മക്കളെ ജനിപ്പിക്കുമ്പോഴാണ്. മാത്രമല്ല, ഈ ഭൂമിയിലെ പിതാക്കന്മാരെ പോലെ അല്ല ആ ക്രിസ്തു. ഈ ഭൂമിയിലെ ചാക്കോച്ചന്, ജോസഫിന്, ഇതാ ചെമ്മച്ചനും ഒക്കെ മരണമുണ്ട്. എന്നാൽ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിക്കും. ഇനി മരണത്തിന് എന്റെ മേലെ യാതൊരു അധികാരവുമില്ല. ഞാനിപ്പോ നിങ്ങളുടെ നിത്യപിതാവ്. മനസ്സിലായോ? മക്കളെ ജനിപ്പിക്കുന്നവനെയാണ് പിതാവ് എന്ന് വിളിക്കണേ. മരണമില്ലെങ്കിൽ ആ പിതാവിനെ നിത്യപിതാവ് എന്ന് വിളിക്കും. അതും കിട്ടിയ ഹല്ലേലൂയ. എന്ന പേർ വിളിക്കപ്പെടും. കാൽവരി ക്രൂശിൽ അത് വിളിക്കപ്പെട്ടു. ഹല്ലേലൂയ. അത് വിളിക്കപ്പെട്ടു. ഇതാ ക്രിസ്തു പറഞ്ഞു, ഞാനും എന്റെ പപ്പ, എന്റെ ദൈവം എനിക്ക് തന്ന മക്കളും. എബ്രായർ 2:13 പറഞ്ഞേട്ടോ. അറിയാൻ പാടുന്നവരൊക്കെ അതൊക്കെ നോക്കിയൊന്ന് വായിച്ചൊക്കെ ഉറപ്പിച്ചു വന്നു. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, സ്വർഗീയ പിതാവിന് ക്രിസ്തുവിൽ ജനിച്ച മക്കളാണ് നമ്മൾ. ഇതാണ് ഏഷ്യ 53:10 പറയുന്നത്. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും, മക്കളെ കാണണമെന്ന്, മക്കളെ കാണുകയും ദൈവത്തിന്റെ ഇഷ്ടം ക്രിസ്തുവിന്റെ കൈയാൽ സാധിക്കപ്പെടുകയും ചെയ്യൂ. എന്താണത്? മക്കളെ കാണണം. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ പ്രവചനമൊക്കെ നിവർത്തിക്കപ്പെട്ടു ഓൾറെഡി. ഇനി നിവർത്തിക്കപ്പെടാനുള്ള പ്രവചനമാണ് ആധിപത്യം അവന്റെ തോളിലിരിക്കും. ഗവൺമെന്റ് ക്രിസ്തുവിന്റെ തോളിൽ വരണം. ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും എന്നുള്ളത് പ്രവചനമാണ്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല. അത് നടക്കാൻ പോകുന്നതായിരുന്നു. അതിൽ നടന്നതുകൊണ്ട് നടക്കാത്തതുമുണ്ട്. ഇതാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പോ ഇനി ഇവിടെ പറയുന്നത് അത്ഭുത മന്ത്രി എന്ന് പറയുമ്പോ അത് മലയാളത്തിലെ ട്രാൻസ്ലേഷന്റെ ഒരു ബുദ്ധിമുട്ടാണ്. അത്ഭുതവാൻ, വണ്ടർഫുൾ എന്നാണ്. കോമയുണ്ട് അത് കഴിഞ്ഞിട്ട് കേട്ടോ. വണ്ടർഫുൾ, വണ്ടർഫുൾ. അതായത് യേശു ക്രിസ്തു എവിടെയെങ്കിലും ടീച്ച് ചെയ്യാൻ പോയാൽ അവര് പറയും, ആളുകൾ കേട്ടു നിൽക്കണവര്, ഇതെന്തോരത്ഭുത, ഇവൻ അങ്ങനെ ടീച്ചർമാരെ പോലെ അല്ലല്ലോ, അധികാരത്തോടു കൂടിയാണല്ലോ ഈ പറയണത് മുഴുവൻ. അവർ അവന്റെ ടീച്ചിങ്ങിൽ അത്ഭുതപ്പെട്ടു. അല്ല, അത്ഭുത മന്ത്രി എന്നല്ല, അത്ഭുതം, അതായത് വണ്ടർഫുൾ കോമ. അത് കഴിഞ്ഞിട്ട് കൗൺസിലർ വേറെ. ഓക്കെ, നമ്മള് അതൊന്നുമില്ല, മലയാളം കിട്ടിയത് ആകപ്പാടാൻ കിടങ്ങ് വീഴുന്നു. ശ്രദ്ധിച്ച്, ധാരാളം ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്.
ഇന്ന് പിശാച് ഒരു ഒറ്റ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് പോലും കളയാതെ എന്നാ എടുക്കാണ് എല്ലാം നമ്മുടെ സഹോദരങ്ങൾ കൊടുത്തിട്ട് അവരെ വേറെ വഴിക്ക് പറഞ്ഞു വിട്ടു. എല്ലാ ഒരൊറ്റ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് പോലും കളയാതെ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സുവിശേഷത്തെ ക്യാൻസൽ ചെയ്യാൻ പോലും ദാവീദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു ആകുന്നു എന്റെ സുവിശേഷം. ശരിക്കും അതൊരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാ ബൈബിളിലെ. ഹല്ലേലൂയ. യേശു പ്രസംഗിച്ച സുവിശേഷം അതുകൊണ്ടങ്ങ് ക്യാൻസൽ ചെയ്തോ. ഹല്ലേലൂയ. അതിന്റെ KJV വായിച്ചു നോക്കുക, അതിന്റെ റൈറ്റ് എഴുതിയിട്ടുണ്ട്. അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ, അതായത് എന്റെ സുവിശേഷം അനുസരിച്ച് ഞാൻ പ്രസംഗിച്ച യേശുവിനെ നീ കഷ്ടതകളിലൂടെ കടക്കുമ്പോ ഓർത്തോളാണ് എഴുതിയത്. സംഭവം എല്ലാം വഴി തെറ്റിച്ചു വിട്ടു. എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ സഹോദരനെ, എന്റെ ദേവദാസന്മാരെ, നിങ്ങൾ ഒന്ന് കണ്ണു തുറക്കുക. പാരമ്പര്യത്തിന്റെ പുറകെ പോകാതെ വിശുദ്ധ ബൈബിളിൽ എഴുതിയ സത്യസന്ധമായ വചനത്തിന്റെ പുറകെ പോകും. ഞാൻ പഠിച്ചത് അങ്ങനെ തന്നെയാണോ ഒന്ന് ബരോബരുള്ളവരെ പോലെ അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഹല്ലേലൂയ. മറ്റു വ്യക്തികളോട് ചോദിക്കാതെ മുട്ടുമടക്കി ദൈവത്തോട് ചോദിക്കുക. കാരണം ഈ വ്യക്തികൾ കൂടെയുള്ളവരൊക്കെ ഇപ്പൊ സെമിത്തേരി കൊണ്ട് തീരും. ഹല്ലേലൂയ. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇതാ നിങ്ങൾക്ക് രണ്ട് ഹെൽപ്പേഴ്സിനെയാണ് സ്വർഗത്തിലെ ദൈവം അയച്ചത്. രണ്ട് ഹെൽപ്പേഴ്സിനെ, മെനി സർവൻസ്, നമ്മളുടെ സേവകരെ. ഹല്ലേലൂയ. അതിലൊന്നാണ് യേശു ക്രിസ്തു, മറ്റൊന്നാണ് പരിശുദ്ധാത്മാവ്. യേശു പറഞ്ഞു എന്നെ പോലെ മറ്റൊരു സഹായകനെ പിതാവ് അയക്കും. അപ്പൊ എത്ര വലിയ സ്നേഹം അധികം നമ്മളെ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. യേശു നമ്മളെ സഹായിച്ചു. അത് കഴിഞ്ഞു ഞാൻ പോയില്ലെങ്കിൽ സഹായം വരത്തില്ല, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. മാത്രമല്ല നിങ്ങളുടെ സേവകാത്മാക്കൾ അനേകർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നാ വലിയ പൊസിഷനാ ദൈവം നമ്മൾക്ക് തരുന്നേ. നമ്മൾ ഇതുവല്ലൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അത്ഭുതവാൻ എന്ന് പറയുന്നത് യേശുവിന്റെ ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴും യേശുവിനെ ജനം പറയുന്നത് അത്ഭുതം, ഇങ്ങനെയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഹല്ലേലൂയ. പിന്നെ അത്ഭുത മന്ത്രി, നമ്മൾ പലരും ചിന്തിക്കുന്നത് പിണറായിയെ പോലെയാണ് ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയായ മോദിയെ പോലെ ആയിരിക്കും എന്നൊക്കെയാണ്. ഈ മന്ത്രി എന്ന് പറയുന്നത് അതിന്റെ റിയൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഗുരു എന്നാണ് അർത്ഥം. അതായത് അഡ്വൈസ് കൊടുക്കുന്ന ആൾ. ഹല്ലേലൂയ. ടീച്ചർ എന്ന അർത്ഥത്തിൽ വരുന്നത് ഗുരു, അഡ്വൈസ് കൊടുക്കുന്ന ആള് എന്നൊക്കെ അർത്ഥമാണ് ഈ ഭാഗത്ത് വരുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ചില വചനങ്ങൾ വായിച്ച് ആ ഭാഗം പെട്ടെന്ന് ഉറപ്പിച്ചിട്ട് നമുക്ക് ദ ഫോം ഓഫ് ലൈഫിലേക്ക് കടക്കാം. ഓക്കെ. Lord, I love you. മാർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യം. അത്ഭുതവാൻ, അത്ഭുതമന്ത്രി അല്ല, അത്ഭുതവാൻ, അതിനുശേഷം മന്ത്രി. ഓക്കെ, വായിച്ചാട്ടെ. യേശുവിന്റെ ഉപദേശത്തെങ്കിൽ അവർ വിസ്മയിച്ചു. യേശു ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത്. Hallelujah. And they were astonished at his doctrine, at his teaching. അതിശയപ്പെട്ടു. ഇത് എന്നാ ടീച്ചിങ്ങാ? കണ്ടോ? അത്ഭുതവാൻ. ഇനി താഴേക്ക് ശുശ്രൂഷ വരുമ്പോ ഭൂതങ്ങൾ പുറത്തു പോകുമ്പോ അതിന്റെ 26-27 വായിച്ച്. മാർക്കോസ് 1:26-27. ഇതിപ്പോ ടീച്ചിങ് ആണെങ്കിൽ മറ്റേത് മിനിസ്ട്രിയിലാണ്. വായിക്കാം. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ചു, ഉറക്കെ നിലവിളിച്ചു, അവനെ വിട്ടുപോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതെന്ത് ഒരു പുതിയ ഉപദേശം! യേശു അധികാരത്തോടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ യേശുവിനെ അനുസരിക്കുകയും ചെയ്യുന്നെന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു കൊണ്ടിരുന്നു. അവിടെ എഴുതിയിരിക്കുകയാണ്, എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതെന്ത്! Hallelujah. They were all amazed. ഇത് എന്താ ഈ സംഭവം നടക്കണേ? കണ്ടോ? പ്രവചനം നിവർത്തിക്കുന്നുണ്ടോ? അവൻ എന്നാ പേര് വിളിക്കും? അത്ഭുതവാൻ. ഇനി അടുത്തത് അത്ഭുതവാൻ മാത്രമല്ല, മന്ത്രി.
അതിന്റെ വേർഡ്, ഹെബ്രായ വേർഡ് YAAT എന്ന് പറയത്തക്ക ഒരു വേർഡാണ്. അതിന്റെ അർത്ഥം ടു അഡ്വൈസ്, കൗൺസൽ. യാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ അർത്ഥം ടു അഡ്വൈസ്, കൗൺസൽ, ആലോചന, ആലോചന കൊടുക്കുന്നവൻ. ഹല്ലേലൂയ. മന്ത്രി. അല്ലാണ്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ പിണറായിയോ മോദിയോ അങ്ങനെയുള്ള മന്ത്രിയല്ല. ആലോചന, ഗുരു, ടീച്ചർ എന്നുള്ള അർത്ഥം വരുന്നതാണ്. ഇനി യോഹന്നാൻ 13:13 അതിന്റെ നിവൃത്തീകരണം കാണാം, വായിക്കാം. യേശു പറയാണ്, അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ. നിങ്ങളുടെ ഗുരുവാണ്, കർത്താവാണ്. വായി. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. ശ്രദ്ധിച്ചില്ലേ? കണ്ടോ? ഞാൻ അങ്ങനെയാ. ഞാൻ നിങ്ങൾക്ക് ഗുരുവാണ്. ഞാൻ നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരികയാണ്. നല്ലൊരു കൗൺസിലറാണ് ഞാൻ. എ വണ്ടർഫുൾ കൗൺസിലർ എന്നാണ് ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ നല്ലൊരു കൗൺസിലറാണ്, നല്ല ആലോചന പറഞ്ഞു തരുന്ന ആളാ. അപ്പൊ ഇതിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ആർക്കും. ഇനി അടുത്തതാണ് പ്രശ്നം. വീരനാം ദൈവം. വീരനാം ദൈവം എന്ന് പേർ വിളിക്കപ്പെടും. ഇതാണ് പ്രവചനം. അപ്പൊ ഒരു ചോദ്യം ഉണ്ടാവും, സാധാരണ ആളുകൾക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇപ്പൊ ദൈവം അല്ലേ? ഇപ്പൊ ദൈവം അല്ലേ? സഹോദരങ്ങളെ, യേശുക്രിസ്തു, അതായത് ക്രിസ്തു താൻ ജനനം മുതലേ ദൈവം തന്നെയാണ്. അപ്പോഴും ഇപ്പോഴും എപ്പോഴും യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അസ്തിത്വം ദൈവമാണ്, ദൈവരൂപമാണ്. പക്ഷെ ഇവിടെ പറയുന്നത് ആ ദൈവത്തിന്റെ മുമ്പിൽ വേറൊരു പേരും കൂടി വരും. വീരനാം ദൈവം, മൈറ്റി ഗോഡ്. അല്ലാണ്ട് അവൻ ദൈവം എന്ന് വിളിക്കപ്പെടുമെന്നല്ല. അതിന്റെ കൂടെ ചെറിയ ഒരു ക്യാപ്ഷൻ വേണമെങ്കിൽ പറയാം. നേരത്തെ ഞങ്ങളുടെ അടുത്ത് ഒരു അയൽക്കാരനാണ്. ഞാനിപ്പോ ഇന്ത്യയില. ഇവിടെ അടുത്ത് കിഴക്കമ്പലം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ഒരു ബ്രദറുണ്ട്, ശ്രീജേഷ് എന്നാ പേര്. ശ്രീജേഷ് നിങ്ങൾ ഒരുപക്ഷെ കേട്ടതാണ്. പുള്ളി ഈ ഹോക്കി കളിക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പോ അവിടുത്തെ മെയിൻ ടാറിട്ട റോഡിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു. നേരത്തെ പുള്ളി ആ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോ എല്ലാവരും ശ്രീജേഷ എടാ ശ്രീജേഷ എന്നൊക്കെ വിളിച്ചിങ്ങനെ വിളിച്ചത്. ഇപ്പൊ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഒളിമ്പ്യൻ ശ്രീജേഷ്. അന്ന് ചെറുപ്പത്തിലെ ഞാൻ ചിന്തിക്കുകയാണ്, വല്ല പെന്തക്കോസ്ത് പ്രവാചകന്മാർ ആ വീട്ടിൽ ചിന്തിരുന്നെങ്കിൽ ഇങ്ങനെ ചിലപ്പോ പറഞ്ഞേനെ, നീ ഒരു നാൾ ഒളിമ്പ്യൻ ശ്രീജേഷ് എന്ന് വിളിക്കപ്പെടും. എനിക്കറിയില്ല ആരും പോയിട്ടുണ്ടോന്ന്. പക്ഷെ ഇപ്പൊ പുള്ളിയെ വിളിക്കുന്നത് ഒളിമ്പ്യൻ ശ്രീജേഷ് എന്നാണ്. നേരത്തെ സ്കൂളിലോ കോളേജിലൊക്കെ പഠിച്ചോണ്ടിരുന്നത് വിളിച്ചിരുന്ന ശ്രീജേഷ് എന്നായിരുന്നു. കാരണം പുള്ളി 2020, 2024 ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കുകയും അങ്ങനെ അവസാനം ഒളിമ്പിക് മെഡലുമായി പുള്ളിയുടെ ടീം ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക് മെഡൽ സ്വീകരിച്ചുകൊണ്ട് വന്നു. ഏറ്റവും ബെസ്റ്റ് ഗോൾ കീപ്പർ എന്നുള്ള അവാർഡും ഒക്കെ പുള്ളിക്ക് കിട്ടി. ഇപ്പോ ഇന്ത്യൻ ടീമിന്റെ കോച്ചാണ് പുള്ളി. ഹല്ലേലൂയ. അപ്പോ നേരത്തെ ശ്രീജേഷ് എന്ന് മാത്രമേ വേണ്ട, ഇപ്പൊ ഒളിമ്പ്യൻ ശ്രീജേഷായി. ഇതേപോലെ യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ നേരത്തെ ദൈവം മാത്രമായിരുന്നുള്ളൂ. പക്ഷേ ഈ ഭൂമിയിൽ വന്ന് തന്റെ ശുശ്രൂഷ കഴിയുമ്പോൾ തനിക്ക് പുതിയ പേര് വരും.
വീരനാം ദൈവം. നിങ്ങൾക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് അലക്സാണ്ടർ എന്ന് ഒരാളെ കേട്ടിട്ടുണ്ട്. അലക്സാണ്ടർ ദി ഗ്രേറ്റ്. ഈ പുള്ളിക്കാരൻ ഗ്രീസിന്റെ രാജാവാ, മാസിഡോണിയയുടെ രാജാവാ. എന്നാൽ അദ്ദേഹം രാജാവായിരുന്നവർ ഈ അലക്സാണ്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗ്രേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ താന് യുദ്ധം ചെയ്ത് അതിന് ചെറിയ വയസ്സിൽ തന്നെ യുദ്ധം ചെയ്ത് 3 ഭൂഖണ്ഡങ്ങളിലെ നല്ലൊരു പങ്ക് രാജ്യങ്ങൾ പുള്ളി കീഴടക്കി. പുള്ളിയുടേതാക്കി. കിങ്ഡം ഓഫ് അലക്സാണ്ടർ, കിങ്ഡം ഓഫ് ഗ്രീസ് ആയി. ലോകം പുള്ളിക്ക് പേരിട്ടു. അലക്സാണ്ടർ എന്നല്ല, അലക്സാണ്ടർ ദി ഗ്രേറ്റ്. ഇവിടെ ദൈവപുത്രനായ യേശുവിന് പേര് മാറാൻ പോവുക. ഗോഡ് എന്നുള്ള പേര് മാറി ദി മൈറ്റി ഗോഡ്, വീരനാം ദൈവം. ഹല്ലേലൂയ. ഇനി നമുക്ക് പ്രിയ സഹോദരങ്ങളെ ബൈബിളിലെ ചില എക്സാമ്പിളുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഡേവിഡിനെ കുറിച്ച്, ദാവീദിനെ കുറിച്ച്. പുള്ളിക്കാരൻ ഒരു ആട്ടിടയനായിരുന്നു. ഒരാട്ടിടയൻ. പക്ഷെ ആട്ടിടനായ ആ ദാവീദ് വീരന്മാരുടെ കൂട്ടത്തിലേക്ക് മാറി. ഈ മൈറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാള അർത്ഥമാട്ടോ വീരൻ, ശക്തൻ, വീരൻ. എന്നിട്ട് ദാവീദിന് ഈ ഒരു 37 വീരന്മാര് ദാവീദിന്റെ കൂടെ ഉണ്ട്. വീരനായ ദാവീദിന്റെ കൂടെ 37 വേറെ വീരന്മാർ. എപ്പോഴാ ഈ ദാവീദിന് വീരൻ എന്നുള്ള പേര് വന്നതെന്നറിയാം? പെണ്ണുങ്ങളൊക്കെ പാടിയൊരു സമയമുണ്ട്. ശൗൽ 1000 വീഴ്ത്തിയപ്പോ ദാവീദ് 10,000 വീഴ്ത്തി. ദാവീദിന്റെ പേര് മാറി. നേരത്തെ പേര് ആട്ടിടയനായിരുന്നു, ഇവർ സംഭവം പേര് മാറി. നമ്മുടെ പ്രവർത്തിക്ക് അനുസരിച്ച് നമ്മുടെ പേര് മാറും. നിങ്ങൾ പലർക്കും അറിഞ്ഞാണ്, നിങ്ങളുടെ സ്കൂളിൽ പലവരെ പേര് മാറി നോക്കുന്നില്ലേ? അവിടെ ചെന്നപ്പോ എന്തോ കാണിച്ചപ്പോ കൂട്ടുകാരെ കൂടി വേറൊരു പേര് വിളിച്ചു. അത് പിന്നെ സ്ഥിരം പേരായി. ഇരട്ടപ്പേരെന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ പ്രവർത്തിക്ക് അനുസരിച്ചും വിളിക്കും. നിങ്ങളെപ്പോഴും സ്കൂളിലും കോളേജിലൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ സൂത്രപ്പണികളൊക്കെ ഉണ്ടാക്കി ബാറ്ററി ഒക്കെ പിടിപ്പിച്ച് ചില സ്കൂട്ടർ റോഡിൽ ലൈറ്റ് കത്തിക്കലും അതോടൊപ്പം തന്നെ ഫാൻ കറക്കലും ഒക്കെ പണിയാണെന്നുണ്ടെങ്കിൽ ആളുകൾ പറയുന്നത് എഞ്ചിനീയർ ടോണി വരുന്നുണ്ട്. അവന്റെ പേര് ടോണി എന്നാണ്. ഇവന്റെ ഈ പ്രവൃത്തി കണ്ടപ്പോ അവന്റെ പേര് മാറ്റി. ഇതുപോലെ നമ്മളുടെ പ്രവൃത്തി കാണുമ്പോൾ അതനുസരിച്ച് ചിലപ്പോ ചിലര് പേരിടും പൊട്ടൻ, ചിലപ്പോ ചിലര് പേരിടും എഞ്ചിനീയർ, അല്ലേ? നമ്മുടെ പ്രവൃത്തി കണ്ടിട്ടാ. ഹല്ലേലൂയ. ബൈബിള് നമുക്ക് പേരിട്ടിട്ടില്ലേ? നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവനോ, ഇല്ലേ? പേരിട്ടിട്ടില്ലേ? ഹല്ലേലൂയ. അപ്പൊ ഇതുപോലെ പേരിടും. യേശുവിന് ദൈവം എന്നല്ല, വീരനാം ദൈവം എന്ന് പേർ വിളിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഈ പറയുമ്പോൾ ചിന്തിക്കരുത് പിതാവ് മാറി അവസാനം പുത്രനെ കൊണ്ടുപോയി അത്യുന്നതനായ ദൈവമാക്കി എന്നല്ല ഈ പറയണേ. വേണം മനസ്സിലാക്കുക എന്താ ഈ കാര്യം എന്ന് ഈ പറഞ്ഞു വരുന്നേ. അത്യുന്നതനായ ദൈവം പിതാവ് തന്നെ. ആ സ്ഥലത്ത് യാതൊരു മാറ്റമില്ല. ദൈവപുത്രനായ ക്രിസ്തു അസ്തിത്വത്തിൽ ദൈവം തന്നെയാണ്. അസ്തിത്വത്തിന് ഇംഗ്ലീഷ് പേരാണ് എക്സിസ്റ്റൻസ്. അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ഫോം ഓഫ് ലൈഫ്. ഫോം ഓഫ് ലൈഫ്, ജീവന്റെ രൂപം. അറിയാൻ പാടാത്തത് എഴുതിയെടുക്കുക. കാഴ്ചക്കാരെ പോലെ കണ്ടുകൊണ്ടിരുന്നിട്ട് നാളെ പപ്പ പഠിക്കരുത്. ഫോം ഓഫ് ലൈഫ്, ജീവന്റെ രൂപം. ഇതവിടെ എഴുതി കണ്ടിട്ടില്ലേ?
ഫിലിപ്പിയർ 2:6 നമ്മൾ ഈ വാക്യം വായിച്ചില്ലേ? അവൻ രൂപത്തിലിരിക്കെ ഫോം ഓഫ് ലൈഫ് ദൈവമായിരുന്നു എന്നാണ് അർത്ഥം. തന്റെ രൂപം, ഫോം ഓഫ് ലൈഫ് ചേഞ്ച് ചെയ്തു. ഏതിലേക്ക്? ഫോം ഓഫ് ലൈഫ് മനുഷ്യനിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പൊ ദൈവ ഫോം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഹെഡ്. അപ്പൊ മനുഷ്യ ഫോമോ ദാറ്റ് ഈസ് സർവന്റ്. ഹല്ലേലൂയ. ദൈവരൂപത്തിൽ നിന്നും മനുഷ്യ രൂപത്തിലേക്ക് മാറി. ഹി ചേഞ്ച്ഡ് ഹിസ് എക്സിസ്റ്റൻസ്. രൂപം മാറി. ഇത് ആത്മലോകത്തെ ഒരു സംഭവമായി, രൂപം മാറില്ല. ഹല്ലേലൂയ. ഇത് പെർമിഷൻ എടുക്കാതെ രൂപം മാറിയാ അടിയും കിട്ടും. പെർമിഷൻ ഇല്ലാതെ രൂപം മാറിയാ അടിയും കിട്ടും. പെർമിഷൻ ഉണ്ടെങ്കിൽ രൂപം മാറാം. ഹല്ലേലൂയ. ബൈബിളിൽ അടി കിട്ടി, രൂപം മാറിയിട്ട് അടി കിട്ടിയവരും ഉണ്ട്, അടി കിട്ടാത്തവരും ഉണ്ട്. ഏഞ്ചൽസ് എ ഫോം ഓഫ് ലൈഫ് ആണ് ദ സ്പിരിറ്റ് വേൾഡ്. എ ഫോം ഓഫ് ലൈഫ്. ഏഞ്ചൽസ്, ദൂതന്മാർ, അവരൊരു ഫോം ഓഫ് ലൈഫാണ് ഇൻ ദ സ്പിരിറ്റ് വേൾഡ്. അവർക്ക് ദൈവിക പെർമിഷനോടുകൂടെ അവരുടെ ഫോം ഓഫ് ലൈഫ്, എക്സിസ്റ്റൻസ്, അസ്തിത്വം ചേഞ്ച് ചെയ്ത് മനുഷ്യരാകാം. അങ്ങനെ പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ അറിയാച്ചിട്ടാ. ഇതാണ് ഹെബ്രായ ലേഖനം 13-ാം അധ്യായം പറയുന്നേ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ പലരും അറിയാതെ ദൂതന്മാരെ, മാലാഖമാരെ, ഏഞ്ചൽസിനെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. ഏഞ്ചൽസ് സ്പിരിറ്റ് ബീയിങ്. പക്ഷേ ഇവിടെ വീട്ടിൽ വന്ന് കുബൂസോ ചപ്പാത്തിയോ അപ്പോ ഇറച്ചിയോ ഒന്നും കഴിച്ചിട്ട് പോയി. വായിച്ചേ ഹെബ്രായ ലേഖനം 13:2. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. അതിഥി സൽക്കാരോട് ചേർത്ത് സിസ്റ്ററെ ആദ്യം സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. കണ്ടോ? ദൈവദൂതന്മാര് ഫോം ഓഫ് ലൈഫ് എന്ന് പറയുന്നത് വേറെ. അത് ഈ ടെറൈനിലുള്ളവരെ അല്ല. ടെറൈൻ വേറെയാണ് അവരുടെ. ടെറൈൻ എന്ന് വെച്ചാൽ മണ്ഡലം, സ്പിരിറ്റ്, ആത്മലോകമാണ് അവര്. ഈ ആത്മലോകത്ത് ഏഞ്ചൽ എന്ന ഫോം ഓഫ് ലൈഫിലുള്ള എക്സിസ്റ്റൻസിലുള്ളവര് അവിടെ നിന്ന് ഫോം ചേഞ്ച് ചെയ്തു മനുഷ്യരായി. എന്നിട്ട് നമ്മളുടെ അടുക്കൽ മനുഷ്യരെ പോലെ വന്നു. ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മളുടെ അടുക്കൽ മനുഷ്യരെ പോലെ വന്നു, എന്നിട്ട് നമ്മളെ സഹായിച്ചു, ഹെൽപ്പ് ചെയ്തു. അതിനുശേഷം പിന്നെ അവരെ നോക്കി കാണൂല. അതിനാൽ നാം അറിയാതെ ദൂതന്മാരെ സൽക്കരിച്ചു. ഹല്ലേലൂയ. നിങ്ങൾക്ക് അറിയാമോ, നമുക്ക് ഓരോരുത്തർക്കും ഏഞ്ചൽസ് ഉണ്ട്. ആവശ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ അവര് വ്യക്തി രൂപത്തിലേക്ക് മാറും, ഇൻ കേസ് ആവശ്യം ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണ് കർത്താവ് വചനം പറയുന്നത്, ഈ എളിയവരിൽ ഒരുവനെ തുച്ഛീകരിക്കാതിരിപ്പാൻ നോക്കിക്കൊള്ളുവേൻ. കാരണം സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എന്റെ അപ്പന്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ആരുണ്ട്? ഈ കാർത്തിയായനിക്ക് ദൂതനുണ്ട്, വിജയമറിയയ്ക്ക് ദൂതനുണ്ട്, ജോബിക്ക് ദൂതനുണ്ട്, വിൻസെന്റിന് ദൂതനുണ്ട്, അജിക്ക് ദൂതനുണ്ട്. ഈ കാണുന്ന സകലർക്ക്, എന്നെ കേൾക്കുന്ന എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ അപ്പൻ ദൂതന്മാരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ആവശ്യം വന്നാൽ അവർ വ്യക്തി രൂപത്തിലേക്ക് മാറും. ഹല്ലേലൂയ.
ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത്. ഫോം ഓഫ് ലൈഫ്. പക്ഷെ പെർമിഷൻ എടുക്കാതെ മാറിയാൽ അടിയും കിട്ടും. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ അന്ധതമസിന്റെ ചങ്ങലയിട്ടു. ദൈവരാജ്യത്തിലെ പോലീസ് പിടിച്ചു. അന്ധതമസിന്റെ ചങ്ങലയിട്ട് എന്നേക്കുമുള്ള ഇരുട്ടിൽ സൂക്ഷിച്ചിരിക്കുക ശിക്ഷയ്ക്ക് വേണ്ടി പോലീസ് പിടിച്ചു. ഹല്ലേലൂയ. ആ ദൈവരാജ്യത്തിലെ പോലീസ് പിടിച്ച ഭയങ്കര പാടാ. ഹല്ലേലൂയ. അപ്പോ നമ്മള് ഇത് മനസ്സിലാക്കണം. ദ ഫോം ഓഫ് എക്സിസ്റ്റൻസ്. ഇത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ നല്ലത്. യൂദയുടെ ലേഖനം 6-ാം വാക്യം വായിച്ച്, ഒരധ്യായമേ ഉള്ളൂ, 6-ാം വാക്യം വായിച്ച്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇതിന്റെ ഡീറ്റെയിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ കേട്ടോ. ഞാനൊക്കെ ബൈബിൾ കോളേജിൽ പഠിച്ചപ്പോ പഠിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തില് ഞാൻ ചിന്തിക്കുന്നത് 2 കൊല്ലമാക്കാൻ തോന്നുന്നു. അവിടെ മനുഷ്യരുടെ പുത്രന്മാർ, മനുഷ്യർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചു. അങ്ങനെ മനുഷ്യരുടെ മക്കൾ, പെൺകുഞ്ഞുങ്ങൾ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് ദൈവത്തിന്റെ പുത്രന്മാർ അവര് ഇവരുടെ അടുക്കിലേക്ക് മനുഷ്യരൂപത്തിൽ വന്നു. മനുഷ്യരൂപത്തിൽ വന്നിട്ട് ഇവരുടെ സൗന്ദര്യം ആസ്വദിച്ചു. രൂപം ചേഞ്ച് ചെയ്തു. അത് ഈ ഏഞ്ചൽസ് ആണെന്നാണ് ഞാൻ പഠിച്ചത്. ഇനിയിപ്പോ രാജീവ് ബ്രദർ ദുരുപദേശം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചത് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ, ഇതിനൊന്നും പ്രൂവ് ചെയ്യാനല്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയാണ് തങ്ങളുടെ വാസസ്ഥലം, മീൻസ് ദ ഡൊമൈൻ, ദ ഫോം ഓഫ് ലൈഫ്. ആ ഫോം ഓഫ് ലൈഫ് ചേഞ്ച് ചെയ്തു. ഫോം ഓഫ് ലൈഫ് ചേഞ്ച് ചെയ്തിട്ട് ഇവര് മനുഷ്യരുടെ അടുക്കൽ വന്നു. എന്നിട്ട് മനുഷ്യരെ ആസ്വദിച്ചിട്ട് നിന്നതുകൊണ്ട് സ്വർഗത്തിലെ പോലീസ് പിടിച്ച് ഇവരെ അന്ധതാമസിക്കുന്ന ജയിലിന്റെ ഉള്ളിൽ ഇരുട്ടിൽ എന്നേക്കുള്ള ആ ജയിലിലേക്ക് ആക്കിയെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? The angels who did not stay within their own domain. Their own domain means the form of life. അവരുടെ അബോർഡ് അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലം. എന്റെ വാസസ്ഥലം ദൈവം അനുവദിച്ചത് കണ്ട ഈ ഒരു കൊച്ചു തേങ്ങ പോലത്തെ ഒരു സാധനം, അതിന്റെ ഇടയിലേക്ക് താഴേക്ക് ഒരു സഞ്ചി പോലത്തെ ഒരു ശരീരം, ഇതിന്റെ ഉള്ളിലാണ് എന്റെ ഡൊമൈൻ. മനസ്സിലായ? ദിസ് ഈസ് ദ ഫോം ഓഫ് ലൈഫ്. ഹല്ലേലൂയ. ഈ ഡൊമൈൻ വിട്ടിട്ട് വേറൊരു ഡൊമൈനിലേക്ക് ചാടി. നമ്മളെ ഈ കമ്പ്യൂട്ടർ വെബ്സൈറ്റിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഡൊമൈനിനെ കുറിച്ചൊക്കെ പഠിക്കും. അപ്പോ ഇതാ ഡൊമൈൻ മാറി. അതുകൊണ്ട് എന്ത് ചെയ്തു? But abandoned their proper dwelling. അവരുടെ ശരിയായിട്ടുള്ള ഡോലിംഗ് സ്ഥലം മാറി, ഡൊമൈൻ ചേഞ്ച് ചെയ്തു. These he has kept in eternal chains under darkness. ആത്മലോകത്തിലെ പണിഷ്മെന്റ്, bound for judgment on that great day. ജയിലിട്ടിരിക്കുക, ആ ദിവസം ജഡ്ജ് ചെയ്യും. പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ അസ്തിത്വം അല്ലെങ്കിൽ ഫോം ഓഫ് ലൈഫ്, ജീവന്റെ രൂപം എന്ന ആ സന്ദേശം നിങ്ങളുടെ ഉള്ളിൽ ഗ്രഹിക്കാനാണ്. ഹല്ലേലൂയ. ആത്മലോകത്ത് പാപം ചെയ്തവനെ ദൈവം വിടത്തില്ല. രൂപം ചേഞ്ച് ചെയ്യുന്നത് വിത്തൗട്ട് പെർമിഷൻ സിന്നാണ്. ഇതാണ് 2 പീറ്റർ 2 പത്രോസ് 2:4 അവർ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല.
അപ്പൊ ദൂതന്മാര് പാപം ചെയ്തു. They changed their domain. അവരുടെ രൂപം അവർ ചേഞ്ച് ചെയ്തു. വായിച്ച 2:4. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാനെ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇനി ഇത് മനസ്സിലാകണമെങ്കിൽ വീരനാം ദൈവം എന്ന ആ ഭാഗമാണ്. രണ്ടും രണ്ടാണ്. ദൈവം എന്നുള്ളത് ജീവന്റെ രൂപമാണ്, ഒരു എക്സിസ്റ്റൻസ് ആണ്. അപ്പോൾ തന്നെ ദൈവം എന്നുള്ളത് ഒരു ടൈറ്റിലാണ്, സ്ഥാനപ്പേരാണ്. ദൈവം എന്നുള്ളത് ഹെഡ്ഷിപ്പാണ്, ഭരിക്കുന്ന ഹെഡാണ്. ഹെഡുകൾക്കാണ് ദൈവം എന്ന് പറയുന്നത്. ഇതുകൊണ്ടാ ബൈബിൾ പറയുന്നത് ദൈവങ്ങൾ എന്ന് വിളിക്കുന്നവർ അനേകരുണ്ടല്ലോ, എലോഹീം എന്ന് വിളിക്കുന്നവർ അനേകരുണ്ടല്ലോ. ഇതൊന്നും മനസ്സിലാക്കാതെ ബൈബിൾ വായിച്ച് എന്തെങ്കിലും ഡോക്ടറിനെ ഉണ്ടാക്കി വെച്ചിട്ട് അതുകൊണ്ട് ജനത്തെ ചതിക്കുകയും കുഴിയിലിറക്കുകയും ചെയ്യരുത്. മനസ്സിലാക്കുക. ആദ്യം ജനത്തോട് പറ, ദൈവങ്ങൾ എന്ന് പറയുന്നവർ ആരാന്ന് പറഞ്ഞു കൊടുക്കുക. അതിന്റെ നടുവിൽ പിതാവായ ഏകദൈവം ഉണ്ടെന്ന് പറയുന്നത് എന്താണെന്ന് ജനത്തിന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അധികം ടീച്ച് ചെയ്താൽ മതി. അതായിരിക്കും നല്ലത്. അല്ലാതെ ചുറ്റുവട്ടം കിടന്നു ഷാജിയോസ് ദുരുപദേശം പറയുന്നു എന്നൊക്കെ പറയാതെ ദയവേദി ഞാൻ സ്നേഹത്തോടെ അങ്ങോട്ട് പറയട്ടെ, അങ്ങക്ക് ധൈര്യമുണ്ട്. ഷാജിയോസ് പറയുന്ന ദുരുപദേശമാണെന്ന് ഈ പബ്ലിക് ചാനൽ എല്ലാവരും നോക്കി നിൽക്കെ വിശുദ്ധ ബൈബിളിലൂടെ തെളിയിക്കാൻ ധൈര്യമുണ്ട്. ഞാൻ റെഡിയാ. കാരണം വിശുദ്ധ ബൈബിളിലെ സത്യം അറിഞ്ഞ് പ്രവർത്തിച്ചിട്ടല്ല. ഞാൻ ജയിക്കാൻ വേണ്ടിയല്ല, നിങ്ങളൊക്കെ ജയിക്കാൻ വേണ്ടിയാ. നമ്മൾ പറയുന്നത് ജയിച്ചിട്ട് കാര്യമില്ല. ബൈബിളിലെ സത്യം ജയിച്ചെങ്കിലേ കാര്യമുള്ളൂ. എങ്കിലും നമുക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ട് കൂടാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. എന്റെ പ്രിയ സഹോദരൻ, എനിക്ക് സ്വന്തമായിട്ട് ഒന്നും പറയാനില്ല. ബൈബിളുള്ള കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്റെ ബ്രദറെ, ബൈബിൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ കൂടെയൊക്കെ പോരും. കാരണം എന്റെ ബലവും ബലഹീനതയും എന്റെ ദൈവമാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, സത്യയോടെ മനസ്സിലാക്കും. ദൈവരൂപം എന്ന് പറഞ്ഞാൽ അതൊരു എക്സിസ്റ്റൻസ് ആണ്. അല്ലെങ്കിൽ ദൈവരൂപം എന്ന് പറഞ്ഞാൽ അത്യുന്നതനായ ദൈവത്തിനും ദൈവരൂപമുണ്ട്, ദൈവത്തിന്റെ പുത്രനും ദൈവരൂപമുണ്ട്. ആ പുത്രനിലൂടെ എത്ര മക്കൾ ജനിച്ചാലും അവർക്കൊക്കെ ദൈവരൂപമുണ്ട്. അത് എക്സിസ്റ്റൻസ് ആണ്. ഇനി മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതൊരു എക്സിസ്റ്റൻസ് ആണ്, എ ഫോം ഓഫ് ലൈഫ്, ജീവന്റെ രൂപം. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കാനായിട്ട് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടെ മനസ്സിലാവും. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോഴേ ആദ്യം എക്സിസ്റ്റൻസ് ആണ്, ഫോം ഓഫ് ലൈഫാണ് ഉണ്ടാക്കിയത്. ദൈവത്തിന് അദ്ദേഹം പറയുന്നു, ദൈവം ഭൂമിയിൽ നിന്ന് മണ്ണ് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി. അതാണ് എക്സിസ്റ്റൻസ്, ഫോം ഓഫ് ലൈഫ്. അത് മനുഷ്യന്റെ എക്സിസ്റ്റൻസാ, അത് ദൈവത്തിന്റെ എക്സിസ്റ്റൻസ് അല്ല. അതായത് ദൈവം മണ്ണല്ല, മനുഷ്യ നീ പൊടിയാവുന്നു, ദൈവം പൊടിയാവുന്നതല്ല. അത് മനുഷ്യന്റെ എക്സിസ്റ്റൻസ് ആണ്. ഇനി അതിന്റെ ഉള്ളിലേക്ക് ദൈവം വരുന്നത് കാണാം. ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപത്തിലേക്ക്. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുകയാണ്, ഹി ഫോംഡ് മാൻ. ഫോം, FORM, ഫോം. ഫോം എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ്. മനുഷ്യനെ ഫോം ചെയ്തു, അതാണ് അസ്തിത്വം. അതിലേക്ക് തന്റെ ജീവനെ,
Lord, I love you. വ്യക്തിത്വം വേറെ, അസ്തിത്വം വേറെ. ഇപ്പൊ എന്റെ മുമ്പിൽ ഞാൻ കാണുന്നതാണ് തോമസ് അബ്രഹാം പാസ്റ്റർ. ആ മനുഷ്യരൂപം, അതിലെ വ്യക്തിത്വമാണ് തോമസ്. എന്റെ മുമ്പിൽ കാണുന്ന ഞാൻ വിൻസെന്റ് ബ്രദറിനെ, ആ വ്യക്തിത്വമാണ് വിൻസെന്റ്. എന്റെ മുമ്പിൽ കാണുന്നത് സുജാത സിസ്റ്ററെ, വ്യക്തിത്വമാണ് സുജാത. പക്ഷെ നിങ്ങളുടെ അസ്തിത്വം എന്താ? ഏത് ഫോമിലാ നിങ്ങളുടെ ലൈഫ് ഫോം ചെയ്തേക്കണേ? ഹ്യൂമൻ, മനുഷ്യൻ. വ്യക്തിത്വത്തിൽ നിങ്ങൾ വ്യത്യസ്തരാണ്, പക്ഷെ മനുഷ്യൻ അസ്തിത്വത്തിൽ നിങ്ങളെല്ലാം തുല്യരാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് പോകും. തോമസ് എന്ന വ്യക്തിത്വം, ഭാര്യയുടെ പേര് ഞാൻ ശലോമി, യെസ്, ശലോമി എന്ന വ്യക്തിത്വം ഭാര്യ. പിന്നെ മോളുടെ പേര് ബ്ലസി, അല്ലെ? ബ്ലസി എന്ന വ്യക്തിത്വം. ഇത് മൂന്നും വ്യത്യസ്ത വ്യക്തിത്വമാണ്, പക്ഷെ അസ്തിത്വത്തിൽ നിങ്ങൾ മൂന്ന് സമനാണ്. നിങ്ങൾ മൂന്ന് മനുഷ്യരാണ്. ഹല്ലേലൂയ. അസ്തിത്വത്തിൽ ആ കുടുംബത്തിലുള്ള എല്ലാവരും മനുഷ്യരാ, പക്ഷെ വ്യക്തിത്വത്തിൽ എല്ലാവരും വ്യത്യസ്തരാണ്. പേരിൽ, അവരുടെ സ്വഭാവത്തിൽ, അവരുടെ ഹൈറ്റിൽ, അവരുടെ കളറിൽ, അവരുടെ ചിന്തയിലൊക്കെ വ്യത്യസ്തരാണ്. ഹല്ലേലൂയ. ഇത് രണ്ടും തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ തെറ്റിപ്പോ. നമ്മുടെ അസ്തിത്വം എന്ന് പറയുന്നത് മനുഷ്യന്റെ അസ്തിത്വം. ക്രിസ്തുവിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അസ്തിത്വം. ഒക്കെ ഫോം ഓഫ് ലൈഫ് വ്യത്യാസമുണ്ട്. നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ 4 കാലം നിൽക്കുന്ന ആ ജീവിയില്ലേ, പശു, അതിന്റെ അസ്തിത്വം വേറെയാണ്. കൗ, പശു എന്ന അസ്തിത്വമാണ്. നിങ്ങളുടെ വീട്ടിൽ മ്യാവ് 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 എന്ന് പറഞ്ഞ് നടക്കുന്ന സാധനമില്ലേ, അതിന്റെ അസ്തിത്വം പൂച്ച എന്ന അസ്തിത്വം. ഫോം ഓഫ് ലൈഫാണ്, വ്യത്യസ്തമായ ഫോം ഓഫ് ലൈഫ്. ഈ പ്രപഞ്ചത്തിൽ ദൈവം വ്യത്യസ്തമായ ഫോം ഓഫ് ലൈഫ് ഇട്ടിട്ടുണ്ട്. ആ ഏറ്റവും ചെറിയ അമീബ മുതൽ വൈറസ് മുതൽ അങ്ങ് പോയി കഴിഞ്ഞാൽ കടലിലെ നീല തിമിംഗലം വരെ ഓരോ ജീവികളും എ ഫോം ഓഫ് എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ഫോം ഓഫ് ലൈഫാണ്. ജീവന്റെ രൂപമാണ്. മനുഷ്യ ജീവന്റെ രൂപം, സിംഹജീവന്റെ രൂപം, ആട് ജീവന്റെ രൂപം, ദൈവജീവന്റെ രൂപം. ദൈവജീവന്റെ രൂപമുള്ളവരൊക്കെ ദൈവപുത്രന്മാര്. അവരുടെ അപ്പനാണ് അത്യുന്നതനായ ദൈവമായ സ്വർഗസ്ഥ പിതാവ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ വചനം പറയുന്നത്, ഭൂമിയിലെ കുടുംബവും സ്വർഗത്തിലെ കുടുംബവും. സ്വർഗത്തിലെ കുടുംബത്തെ കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, അല്ലെ? ഭൂമിയിലെ കുടുംബത്തിലും സ്വർഗത്തിലെ കുടുംബത്തിലും പേര് വരുവാനിടയായ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. വലതു പറയാ, ഞാൻ മുട്ടുമടക്കുന്നു. ഹല്ലേലൂയ. 3 ലോകത്ത് എക്സിസ്റ്റൻസ് ഉണ്ട്. ഇതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് 3 ലോകത്തുള്ളവരും യേശുവിന്റെ മുമ്പിൽ മുട്ടുമടക്കണം. ഇത് ഫാദേഴ്സ് കോർണറാണ്. നമ്മൾ ഭൂമിയിൽ മനുഷ്യരുടെ എക്സിസ്റ്റൻസിൽ നിൽക്കുകയാണ്, ഫോം ഓഫ് ലൈഫ്. എന്നാൽ സ്വർഗത്തിൽ മനുഷ്യരുടെ എക്സിസ്റ്റൻസിൽ അല്ല അവിടെ നിൽക്കുന്നത്. അവിടെ ദൈവപുത്രന്മാരുടെ എക്സിസ്റ്റൻസിലാണ്, ദൈവദൂതന്മാരുടെ എക്സിസ്റ്റൻസിലാണ്. ഹല്ലേലൂയ. വീണുപോയ ദൂതന്മാരുടെ എക്സിസ്റ്റൻസിലാണ്. ഫോം ഓഫ് ലൈഫ് ഒക്കെ വ്യത്യാസമുണ്ട്. ഇനി പാതാളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, സ്വർഗത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും പാതാളത്തിലുള്ളവരും 3 ലോകത്തുള്ളവരും ക്രിസ്തുവിന്റെ മുമ്പിൽ യേശുവാണ് കർത്താവെന്ന് ഏറ്റുപറയണം. എന്തിനു വേണ്ടി? യേശു ഇതെല്ലാം കൊടുത്ത ഒരാളുണ്ട്.
ആ വ്യക്തിയാണ് സ്വർഗസ്ഥ പിതാവ്. ആ പിതാവിന്റെ മഹത്വത്തിനായി ഏറ്റുപറയും. അതുകൊണ്ട് പിതാവിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള പരിപാടിയല്ല ഇത്. ഹല്ലേലൂയ. ആ പിതാവിനെ മഹത്വപ്പെടുന്ന പരിപാടിയാണ്. പിതാവ് പുത്രന്മാരെ മഹത്വപ്പെടുത്തും. അത് പിതാവിന്റെ ഒരു രീതിയാണ്, പിതാവിന്റെ സന്തോഷമാണ്. ഹല്ലേലൂയ. അതിന്റെ പേരാണ് ഫാദേഴ്സ് ഓണർ. ദ ഫോം ഓഫ് ലൈഫ്, ജീവന്റെ രൂപം. സപ്പോർട്ടിംഗ് വേർഡായിട്ട് ഇരിക്കുന്ന ഫിലിപ്പിയർ 2:6, യേശയ്യാ 9:6. Who existing in the form of God. ഇത് ഫിലിപ്പിയർ 2:6. കണ്ടോ, ആ എക്സിസ്റ്റൻസ് എന്ന ആ വേർഡിന്റെ ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ആ എക്സിസ്റ്റിംഗ് നേടി കൊടുത്തിരിക്കുന്നത്. ദ ഫോം ഓഫ് ലൈഫ്. ഫോം ഓഫ് ലൈഫ് ഏത് രൂപത്തിലാ? ഇൻ ദ ഫോം ഓഫ് ഗോഡ്, ദൈവത്തിന്റെ രൂപത്തിലാ. അല്ലാണ്ട് അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് എന്നല്ല. അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് യേശുക്രിസ്തുവിന്റെ അപ്പന, പുതിയ സൃഷ്ടിയിൽ നമ്മുടെയും അപ്പന. മലയാളത്തിൽ അവൻ ദൈവ രൂപത്തിലിരിക്കെ, അവൻ അത്യുന്നതനായ ദൈവമായിരിക്കല്ല, ദൈവ രൂപത്തിലിരിക്കെ. ഇൻ ദ ഫോം ഓഫ് ഗോഡ്, ഇൻ ദ ഫോം ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവമായിരിക്കുന്നെങ്കിലും ഫോം ഒന്നും ഇടണമെന്നില്ല അവിടെ. സ്വർഗസ്ഥ പിതാവായിരിക്കെ എന്ന് എഴുതിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അത്യുന്നതനായ ദൈവമായിരിക്കെ എന്ന് എഴുതിയാൽ മതിയായിരുന്നു, എൽ ഏലിയോൺ ഗോഡ് എന്ന് എഴുതിയാൽ മതിയായിരുന്നു, ഓൾമൈറ്റി ഗോഡ് എന്ന് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ അവിടെ എഴുതി ഇൻ ദ ഫോം ഓഫ് ഗോഡ്. അതിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഫോമാണ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും മനുഷ്യന്റെ ഫോം, ദൈവ കുടുംബത്തിലുള്ള എല്ലാവരും ദൈവത്തിന്റെ ഫോം. ഇത് തിരിച്ചറിയാം. ഇത് കണ്ടോ, വേറൊരു ഫോം. ഒരിക്കലും കടൽ തീരത്ത് അടിച്ച ഒരു ഭീകര ഒരു മത്സ്യമാണ് ഇത്. എന്ത് ടൈപ്പ് മത്സ്യമാണെന്ന് പോലും അവർക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. ഇതൊരു ഫോം ഓഫ് ലൈഫാണ്. കുറെ പക്ഷികളൊന്നും അങ്ങനെ ഉണ്ട് അതിന് ചുറ്റും. അത് മറ്റൊരു ഫോം ഓഫ് ലൈഫാണ്. ഹല്ലേലൂയ. ഇത് കണ്ടോ, ഇത് വേറൊരു ജീവിയാണ്, സമുദ്രത്തിൽ അടിച്ചു വന്ന് കൂടിയതാ. ഇത് ആളുകൾക്ക് പിടുത്തം ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല യഥാർത്ഥത്തിൽ ഏത് ഫോം ഓഫ് ലൈഫാണ്. പല ടൈപ്പാണ് അത് ഫോം ഓഫ് ലൈഫ്. ഹല്ലേലൂയ. ഇത് വേറെ സമുദ്രത്തിന്റെ അവിടെ വന്ന് അടിച്ച വേറൊരു ഫോം ഓഫ് ലൈഫ്. നമ്മുടെ ദൈവം മില്യൺ കണക്കിന് ഫോം ഓഫ് ലൈഫ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് കണ്ടോ, എലിഫന്റ്, ജിറാഫ്, അതോടൊപ്പം തന്നെ ലയൺ, ടൈഗർ, പല പല ഫോം ഓഫ് ലൈഫ്. ഹല്ലേലൂയ. ഓരോന്ന് എക്സിസ്റ്റ് ചെയ്യുന്നത് വേറെ വേറെ ജീവൻ. എല്ലാത്തിന്റെ ഉള്ളിൽ ജീവൻ ഉണ്ടെന്നേ, പക്ഷെ അതെല്ലാം വ്യത്യസ്തമാണ്. ആ ജീവന്റെ ടൈപ്പിലും വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. ഇതുണ്ടോ, അതിന്റെ കൂടെ ഒരു മനുഷ്യൻ കയറിക്കുന്നുണ്ടോ, ആ മൃഗത്തിന്റെ കൂടെ ഒരു മനുഷ്യൻ കയറിക്കുന്നുണ്ടോ. ഇത് മറ്റൊരു ഫോം ഓഫ് ലൈഫ്, മനുഷ്യൻ എന്ന ഫോം ഓഫ് ലൈഫാ. ഹല്ലേലൂയ. മറ്റുള്ളതെല്ലാം മൃഗങ്ങൾ എന്ന ഫോം ഓഫ് ലൈഫാ. അതിൽ തന്നെ വെറൈറ്റി വേറെ വേറെ. പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം എർത്തിലി ബീയിങ്സിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ, ഭൂമിയിലുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്, സമുദ്രത്തിലുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതാ ഹെവൻലി ഫോം ഓഫ് ലൈഫ്, സ്വർഗത്തിലെ ഫോം ഓഫ് ലൈഫ്, ഏഞ്ചൽസ്. ഇത് ഫോം ഓഫ് ലൈഫാ. ഇവര് ചേഞ്ച് ചെയ്തപ്പോ അവരുടെ ഡൊമൈൻ മാറിയതിനാണ് ഹെവൻലി പോലീസ് പിടിച്ച് ജയിലിട്ടത്. പക്ഷെ പെർമിഷനോടുകൂടി മാറി വരാം. അല്ലെങ്കിൽ ദൈവത്തിന്റെ പെർമിഷൻ കിട്ടണം, അല്ലെങ്കിൽ ഇല്ലീഗലാ. നിങ്ങൾ നോക്കിയേ, വേറെ ഫോം ഓഫ് ലൈഫ് ഉണ്ടോ? ദ ഗോഡ് ദ ഫാദർ. ഇതൊക്കെ ഹെവൻലി ഫോം ഓഫ് ലൈഫാ. ഇതാ പിതാവിനെ കുറിച്ച് പറയുന്നത്. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളത് പോലെ. അപ്പോ ആ ജീവൻ നിറഞ്ഞിരിക്കുക പിതാവിലെ. ഫോം ഓഫ് ലൈഫ്. ഇരുത്തേക്ക് പുത്രനെ നോക്കി, ഇവിടെ നോക്കിയേ, പുത്രനെ കണ്ടോ, ക്രിസ്തുവിനെ കണ്ടോ? ഹെവൻലി ബീയിങ് ആണ്. പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകുവാൻ വരം കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇവരൊക്കെ പിതാവും പുത്രനും ഒക്കെ സെയിം ഫാമിലിയാണ്.
സെയിം ലൈഫാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഇവിടെയൊക്കെ ഫോം ഓഫ് ലൈഫ് വേറെ വേറെയാണ്. പക്ഷെ പിതാവിന്റെ ഉള്ളിലെ അതേ ലൈഫ് തന്നെയാണ് പുത്രന്റെ ഉള്ളിലെ ലൈഫും. പിതാവിന്റെ ഫോം ഓഫ് ലൈഫ് തന്നെയാണ് പുത്രന്റെയും ഫോം ഓഫ് ലൈഫ്. ഇനി ആ പുത്രനിൽ എത്ര പുത്രന്മാർ ജനിച്ചാലും അവരുടെ ഒക്കെ ഫോം ഓഫ് ലൈഫ് സെയിം ആണ്. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ആ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ ഇന്ന് മനുഷ്യന്റെ ഫോമിലിരിക്കുന്ന നമ്മളുടെ ഫോം മാറും. നമ്മളുടെ ഫോം മാറിയിട്ട് നമ്മൾ ക്രിസ്തുവിന്റെ ഫോമിലേക്ക് മാറും. നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകിയ നാം അവനോട് സദൃശ്യരാകും. We will change our form. Lord, I love you. നിങ്ങളുടെ ഹൃദയം ദൈവം തുറക്കട്ടെ. നിങ്ങളുടെ ഹൃദയം ദൈവം തുറക്കട്ടെ. Are you ready to change your form? നാം അവനോട് സദൃശ്യരാകും. നമ്മുടെ ഫോം ചേഞ്ച് ചെയ്യാൻ പോവാ. അപ്പൊ ഇവിടെ കടന്ന് ബലം പിടിക്കുക. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഞാൻ യേശുവിനെ പോലെ ആവൂല, ഞാൻ യേശുവിനെ പോലെ ആവൂല. എന്തിനാ ബലം പിടിക്കണേ എന്റെ മോനെ? ദൈവത്തിന്റെ ആഗ്രഹം അതാ. നാം ഇന്ന് ഫോം വേറെ കിടക്കുകയാണ്. നാം ഇന്ന് വീണുപോയ മനുഷ്യന്റെ ഫോമിലെ കിടക്കണേ. എന്നാൽ ദൈവം തന്റെ പ്രവൃത്തിയിലൂടെ, പുതിയ സൃഷ്ടിയിലൂടെ നമ്മളുടെ ഉള്ളിൽ പരിവർത്തനം ചെയ്ത് അതിന് സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ നീ ജയിക്കും. ജയിച്ചാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകിയ നാം അവനോട് സദൃശരാകും. അത് നമ്മുടെ കഴിവല്ല. നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ ദൈവം തന്റെ പുത്രന്റെ തേജസ്സുള്ള ശരീരത്തോട് അനുരൂപമാക്കും. നമ്മുടെ രൂപം മാറാൻ പോവുക. ദ ഫോം ഓഫ് എക്സിസ്റ്റൻസ് മാറാൻ പോവുക. അത് തിരിച്ചറിയണം. അല്ലാതെ ആരോ എന്തോ എവിടെയൊക്കെയോ പറഞ്ഞോ പ്രസംഗിച്ചോ അതും കേട്ട് ഞാൻ അതിന്റെ പുറകെയാണ്. വിശുദ്ധ വേദപുസ്തകം കുഞ്ഞ് നിന്റെ കയ്യിലുണ്ട്. അത് എഴുതിയ ദൈവത്തിന്റെ ആത്മാവ്, നീ ഒറിജിനൽ യേശുവിനെ വീണ്ടും ജനിച്ചാണെങ്കിൽ നിന്റെ അകത്തുണ്ട്. മുട്ടുമടക്കി ദൈവത്തോട് ചോദിക്കേ. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നടക്കല്ലേ, ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത് നടക്കല്ലേ. അത് നിന്നെ വീഴിക്കത്തേ ഉള്ളൂ. അതിന് നല്ലതില്ലേ? നല്ലതുണ്ട്, നല്ലതുണ്ട്. വലിയ ഇതാ ഒരു 2000 ലിറ്ററിന്റെ ഒരു മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് ടാങ്ക്. അതിന്റെ ഉള്ളിൽ തപ്പി തപ്പി നടന്നു കഴിഞ്ഞാൽ 2 ബിസ്ക്കറ്റ് അതിന്റെ ഉള്ളിലുണ്ട്. നല്ലത്, അത് കഴിക്കാം. പക്ഷെ നീ 2 ബിസ്ക്കറ്റ് എടുക്കാനായിട്ട് നീ തപ്പി തപ്പി എത്രത്തോളം ആ ചീഞ്ഞ് നാറിയത് നിന്റെ അകത്ത് കയറും. അതിന്റെ ഇടയിൽ ശ്രദ്ധിച്ച് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ബിസ്ക്കറ്റിൽ പോയി സ്പോട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടോ എന്ന് നോക്കുക. ഹല്ലേലൂയ. ഇന്ന ആളുടെ മാത്രമേ ഞാൻ കേൾക്കുള്ളൂ, അതിൽ മാത്രമേ ജീവനുള്ളൂ, ഇന്ന കാര്യങ്ങൾ. ഈ കാണുന്ന പോകുന്ന വഴിക്ക് അതെല്ലാം ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് മുത്താകത്ത് കയറ്റി ഫില്ല് ചെയ്ത് അവസാനം നീ ഇതിന്റെ അടുക്കിലേക്ക് എത്തുമ്പോ നിന്റെ ഉള്ള വിശ്വാസം പോയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതുകൊണ്ട് അവർക്ക് വിശ്വാസത്തിൽ വളരാൻ പറ്റാതെ അതും കയറി ഇതും കയറി, ആ ചിന്ത ഇത് കയറി ഇത് ചിന്തി. അപ്പൊ ഒരു സംശയം, ശരിയാണ് ഞാൻ ഇതുവരെ കേട്ടത്. അപ്പൊ അയാൾ പറഞ്ഞായിരിക്കും ശരി. ഇരുമനസ്സുള്ള തന്നെ വഴികളൊക്കെ ആസ്ഥിരനുമായി. ഹല്ലേലൂയ. ഈ ആദത്തിന് ഹവ്വയ്ക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ദൈവം മാത്രം അവരോട് സംസാരിച്ചപ്പോ നന്മ തിന്മകളെ അവരുടെ ഫലം തിന്നരുത്. ഭയങ്കര വിശ്വാസികൾ, ഒരു കുഴപ്പമില്ല. പക്ഷെ എപ്പോഴാണ് പ്രശ്നം വന്നേ? വേറൊരു പ്രസംഗം കേൾക്കാൻ പോയി. പോയപ്പോ അവര് പറഞ്ഞ കേട്ടോ, ഇതായിരിക്കൂ ശരി. ഇനിയിപ്പോ അതാ കുറച്ചാൾ അവിടെയാ, അതാ കുറച്ചാൾ അത് പോകും. ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വന്ന് ആകെ ഒരു വളർച്ചയില്ലാതെ അവസ്ഥ. മക്കളെ, വീണു പോകരുത്. ആദ്യ കുടുംബം ആ പ്രസംഗം കേട്ടതോടെ വീണുപോയി. നിങ്ങൾക്ക് ഞാൻ സ്വർഗസ്ഥ പിതാവിന്റെയും നമ്മളുടെയും ആ ലെവലിനെ കാണിച്ചു തരാം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കാണിക്കാം. ഇതാ പണ്ടൊരിക്കൽ വേറെ ശുശ്രൂഷ കാണിച്ചതാണ്. നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടോ, യൂട്യൂബിലുണ്ടത്. ഇതാ ഈ ബോട്ടില് നിറച്ചു വെള്ളമായിരുന്നു. ഞാൻ കുടിച്ചു തീർന്നതാ. നിങ്ങളോട് സംസാരിക്കുന്ന കുറെ വെള്ളം കുടിക്കണമല്ലോ. ശ്രദ്ധിച്ചേ,
ഈ കുപ്പിയുടെ ഷേപ്പ് കണ്ട, വയലറ്റ് ക്യാപ്പ്, ഷേപ്പ്. ഇതിന്റെ ഉള്ളില് വെള്ളമുണ്ട്. വെള്ളമാണ് പരിശുദ്ധാത്മാവ്, ജീവൻ. ജീവനാണ് പരിശുദ്ധാത്മാവ് ജീവൻ കൊടുക്കണേ. ഇത് അർത്ഥമുണ്ടെന്ന് കൂട്ടിക്കോട്ടോ. അങ്ങനെ സ്വർഗസ്ഥ പിതാവ് ആ ജീവനെ വേറെ കുപ്പി ഇതിൽ എഴുതിയിട്ടുണ്ട്, ക്രൈസ്റ്റ്, ക്രിസ്തു. ഇത് നിങ്ങൾ കാലിയാന്ന് വിചാരിച്ചേക്കണേ, കാലിയാന്ന് വിചാരിക്കണേ. ഇതിൽ വെള്ളം ഉണ്ട്, ഇപ്പോൾ കാലിയാന്ന് വിചാരിക്കുക. ഇത് നോക്കിയ വയലറ്റ് ബോട്ടില് ഒരേപോലെ ഇരിക്കും, രണ്ടും അല്ലെ, ഒരേ ഷേപ്പ്. അപ്പോ ഫോം ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഫോം ഓഫ് വാട്ടർ എന്ന് എടുക്കാം. രണ്ടിന്റെ ഫോം ഓഫ് വാട്ടർ സെയിമാണ്, ശരിയല്ലേ? സൈസിന് മാത്രം വ്യത്യാസമുള്ളൂ, ഫോം ഓഫ് വാട്ടർ സെയിമാണ്. ഈ കുപ്പിയില് നിറയെ വെള്ളമുണ്ട്, പക്ഷെ ഈ കുപ്പിയിൽ വെള്ളമില്ല. അപ്പൊ ഈ കുപ്പിയില് ഉള്ള വെള്ളം ഈ കുപ്പിയിൽ എത്തുവാൻ ഇതിന് വരം കൊടുത്തിരിക്കുന്നു. ആയിക്കോട്ടോ, നേരത്തെ വരം കൊടുത്തോണ്ട് ഇത്ര നിറഞ്ഞിരിക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇച്ചിരി വരം കൊടുക്കും. യോഹന്നാൻ 5:26 വായിച്ച്. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളത് പോലെ ദൈവം പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. പിതാവിനാണ് തന്നിൽ തന്നെ ജീവനെ. കണ്ടോ, ഈ കുപ്പിയിലാണ് തന്നിൽ തന്നെ ജീവനുള്ളത്. അത് പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകുമാറ് വരം കൊടുത്തിരിക്കുന്നു. വരം കൊടുക്കുന്നുണ്ടോ? അപ്പോ ഈ പിതാവിന്റെ അതേ ജീവൻ പുത്രനിലേക്ക് വന്നു. ഹല്ലേലൂയ. ഇത് രണ്ടു നോക്കിയേ, രണ്ട് ഫോം ഓഫ് ലൈഫും സെയിം അല്ലേ? ഫോം ഓഫ് വാട്ടർ, ഈ കുപ്പിയാണ് ഇതിന്റെ ഫോം. ഓക്കെ, രണ്ടും സെയിം അല്ലേ? രണ്ടും ഒരേ കമ്പനി, രണ്ടും ഒരേ ഷേപ്പ്, രണ്ട് ഫോം ഓഫ് വാട്ടറും സെയിമായി. വെള്ളത്തിന്റെ രൂപം, മറ്റതങ്ങനെയല്ല, ജീവന്റെ രൂപം. എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ജീവന്റെ രൂപം. മറ്റു പറഞ്ഞു ദൈവരൂപത്തിലിരിക്കെ, ദൈവരൂപം. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഏത് രൂപമാ? മനുഷ്യരൂപം. മുമ്പിൽ നിൽക്കുന്ന പശു രൂപം. പൂച്ച രൂപം. ഹല്ലേലൂയ. ഓരോന്ന് രൂപമാണ്. ഇതാണ് യേശുക്രിസ്തു രൂപം മാറുന്നത്. യേശുക്രിസ്തു ദൈവജീവൻ ഫുള്ളാട്ടോ. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും ജീവൻ ഉണ്ടാകാൻ വരം കൊടുത്തിരിക്കുന്നത്. ഇതാ യേശു പറയുന്നത്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ. ഹല്ലേലൂയ. ഇനി അടുത്തത് ചോദിച്ചോട്ടോ. ഉൽപ്പത്തി 2-ാം അധ്യായം 7-ാം വാക്യം വായിച്ചേ. മനുഷ്യൻ ഉണ്ടാക്കുന്ന രംഗമാണ് എഴുതിയിരിക്കുന്നത്. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അവിടെ എഴുതിയിരിക്കുകയാണ്, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുകയാണ്, ഹി ഫോംഡ് മാൻ. ഫോം, FORM, ഫോം, ഫോംഡ്, ഫോംഡ്. എന്ത് ഫോം ചെയ്തു? ജീവന്റെ രൂപം ഫോം ചെയ്തു. ജീവന്റെ രൂപം ഫോം ചെയ്തു മണ്ണിൽ നിന്ന്. ഒരു കവറ്, നിങ്ങൾ ഈ ഗ്ലാസ് ഫാക്ടറി പോയിട്ടുണ്ടെങ്കിലേ, ഈ ഗ്ലാസ് ഉരുകി എടുത്തിട്ട് അതിലാണ് ഗ്ലാസ് ഉണ്ടാക്കുന്നത്. ഞാൻ കുഞ്ഞുനാളിൽ സ്കൂളിൽ നിന്ന് വിട്ടിട്ടുണ്ട്, ഞാൻ കണ്ടതാ. ഉരുകിയ ഗ്ലാസ് ഇന്ന് ഗ്ലാസ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഇതാ ഗ്ലാസ് ഉണ്ടാക്കി. കണ്ട ഗ്ലാസ്. സ്വർഗത്തിലെ ദൈവം ഉണ്ടാക്കിയത് ഗ്ലാസ് അല്ല, സ്വർഗത്തിലെ ദൈവം ഉണ്ടാക്കിയത്
മനുഷ്യനെയാണ് മണ്ണിന്ന്. അതാണ് ഫോം ഓഫ് ലൈഫ്. എന്നിട്ട് തന്റെ ജീവൻ ആ ഫോം ഓഫ് ലൈഫിലേക്ക് ഒഴിച്ചു കൊടുത്തു. കേട്ടോ, ഇവിടെ വെള്ളത്തിന്റെ ഫോം നോക്കിയേ, കുപ്പി രൂപത്തിലല്ലേ. ഇതിന്റെ ഫോം ചേഞ്ച് ചെയ്ത് കാണിച്ചു തരട്ടെ. ഫോം ചേഞ്ച് ചെയ്ത് കാണിച്ചു തരട്ടെ. ഗ്ലാസ് രൂപത്തിലേക്ക് ഫോം മാറ്റട്ടെ. വെള്ളത്തിന്റെ ഈ ജീവന്റെ ഫോം ഗ്ലാസ് രൂപത്തിലേക്ക് മാറ്റട്ടെ. ഇപ്പൊ ജീവന്റെ ഫോം എങ്ങനെ ഇരിക്കണേ? കുപ്പി രൂപത്തില്. ഇനി ജീവന്റെ ഫോം ഗ്ലാസ് രൂപത്തിലേക്ക് മാറ്റട്ടെ. ഇതിലിപ്പോ ഒന്നുമില്ല, എംടിയാ. ഹല്ലേലൂയ. ഈ ജീവന്റെ ഫോം എങ്ങനെ ഗ്ലാസ് രൂപത്തിൽ ഷേപ്പ് മാറണം കേട്ടോ. ഇതിപ്പോ കുപ്പി ഷേപ്പിലാണ് ഈ വെള്ളം ഇരിക്കണേ. ഇനി ഈ വെള്ളത്തിന്റെ ഷേപ്പ് മാറണം കണ്ടോ കേട്ടോ. കണ്ടോളണം, കണ്ടില്ലെന്ന് പറയരുത്. ദേ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. വെള്ളത്തിന്റെ ഷേപ്പ് മാറാൻ പോകുന്നു, ഷേപ്പ് മാറാൻ പോകുന്നു. ഇതാ വെള്ളത്തിന്റെ ഷേപ്പ് മാറി ഗ്ലാസ് രൂപത്തിലായി. മനസ്സിലായോ? ഫോം ഓഫ് വാട്ടർ ചേഞ്ച് ഫ്രം ബോട്ടിൽ ഷേപ്പ് ടു ഗ്ലാസ് ഷേപ്പ്. മനസ്സിലായ? ദൈവത്തിന്റെ ജീവൻ നമ്മളിലേക്ക് മാറിയപ്പോ പുറമേ ഹ്യൂമൻ ആണ്, മനുഷ്യനാണ്, ഫോം ഓഫ് ലൈഫില് മനുഷ്യനാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ ആരുടെ ജീവനുണ്ട്? ദൈവത്തിന്റെ ജീവനുണ്ട്. മനസ്സിലായ? ഹല്ലേലൂയ. അപ്പൊ ഫോം ഓഫ് ലൈഫ് ചെയ്യണണ്ട. ഹല്ലേലൂയ. ദൈവപുത്രൻ ഇതാ നമ്മളിലേക്ക് ഇതാ തന്റെ ജീവൻ ഊതുകയാ. ഇതാണ് കാൽവരി ക്രൂശിൽ ജയം പ്രാപിച്ച ശേഷം, ഉയർത്തെഴുന്നേറ്റ ശേഷം കർത്താവ് യേശു ശിഷ്യന്മാരുടെ അടുക്കൽ വന്നിട്ട് ഇതേ പ്രക്രിയ തന്നെ ചെയ്യുന്നുണ്ട്. കാരണം ഇവരൊക്കെ എന്തു പറ്റിയെന്നറിയാമോ? ഇവരെല്ലാം നമ്മളാകുന്ന മനുഷ്യര് ഈ നമ്മളെ നിഷ്കളങ്കരായി സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ നിഷ്കളങ്കരായി സൃഷ്ടിച്ചു. ഇപ്പൊ അവൻ ആരെ പാര വെക്കണമെന്ന് അന്വേഷിച്ച് നടക്കുക. അവൻ ഇന്ന് അനേക സൂത്രങ്ങൾ അന്വേഷിക്കുക. കാരണം ഏതനിൽ വെച്ച് കണ്ട ഇങ്ങോട്ട് നോക്കി കുഞ്ഞുങ്ങള്, നിങ്ങൾ എവിടെയാ നടക്കണ? ചോറുന്നു നോക്ക്, ഇങ്ങോട്ട് നോക്ക, ശ്രദ്ധിച്ചേ. ഇതാ ഏതനിൽ വെച്ച് പാപം ചെയ്തപ്പോൾ ദൈവം നിഷ്കളങ്കമായി എല്ലാം നിറച്ചു വെച്ച, നിഷ്കളങ്കമായി വെച്ച സാധനം മുഴുവൻ ഈ പരുവായി. നമ്മുടെ ചിന്ത മൊത്തം കറപ്റ്റഡായി, ലൈഫ് പോയി. ഇന്ന് പുറത്ത് മനുഷ്യന്റെ ഷേപ്പ് മാത്രമേ ഉള്ളൂ. ഇന്ന് ഈ കുപ്പിയുടെ ഷേപ്പ് മാത്രമേ ഉള്ളൂ, ഈ ഗ്ലാസിന്റെ ഷേപ്പ് മാത്രമേ ഉള്ളൂ, മനുഷ്യന്റെ ഷേപ്പ് മാത്രമേ ഉള്ളൂ. ഉള്ളു മൊത്തം പോയി കിടക്കും. ഹല്ലേലൂയ. പിടുത്തം കിട്ടിയ ഇനി ഇതിനെ വേണം ശരിയാക്കി എടുക്കാൻ. ഇതിനോട് എന്നാ പറഞ്ഞാലും, നല്ലത് എന്നാ പറഞ്ഞാലും ഇത് പറയും ദുരുപദേശം. കാരണം മൊത്തം കാഴ്ചപ്പാട് മൊത്തം മാറിക്കിടക്കാം, മൊത്തം മാറിക്കിടക്കാം. ഇനി ഇതിനെ റെഡിയാക്കി കൊണ്ടുവരണം. ഇതിനെ റെഡിയാക്കുന്നതിൽ മോനെ നീ സഹകരിച്ചു കഴിഞ്ഞാൽ അവസാനം നിന്റെ ഷേപ്പ്, ഈ ഷേപ്പ് മാറ്റിയിട്ട് നിന്നെ ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ഷേപ്പിലേക്ക് ദൈവം കൊണ്ടുവരും. ഫോം ഓഫ് ലൈഫ് ചേഞ്ച് ചെയ്യും. ഹല്ലേലൂയ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നാം ഓരോ ദിവസവും ദൈവത്തിന്റെ വചനം പറയാണ്, ഓരോ ദിവസവും ദൈവം നമ്മളെ തന്റെ പുത്രന്റെ രൂപത്തിലേക്ക് ആക്കുവാൻ തന്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ പ്രവർത്തിക്കുക. ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യക്തികളുടെ നടുവിലേക്ക് യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട്, ശ്രദ്ധിച്ചേ, ഉൽപ്പത്തിയിൽ ചെയ്ത അതേ പരിപാടി ചെയ്ത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേ. മനസ്സിലായ? ഇതിന്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ടുവേണം ഇതിനെ മുഴുവൻ ശുദ്ധീകരിച്ചെടുക്കാൻ. ഹല്ലേലൂയ. എന്നിട്ട് ശുദ്ധീകരിച്ചിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ഓരോ നിമിഷവും നാം കണ്ണാടിയിൽ എന്നതുപോലെ ക്രിസ്തുവിന്റെ രൂപത്തിലേക്ക് നമ്മൾ പ്രതിഫലിച്ച് അതേ പ്രതിമയായി, ക്രിസ്തു എങ്ങനെയായിരിക്കുന്നു അതേ പ്രതിമയായി നമ്മളും രൂപാന്തരപ്പെടണം. ക്രിസ്തു ആരുടെ പ്രതിമയാ? സ്വർഗീയ പിതാവിന്റെ പ്രതിമ. അങ്ങനെയെങ്കിൽ അതേ പ്രതിമയായി നമ്മളും രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. 2 കൊറിന്ത്യൻസ്. വചനം കൂടെ ഒന്നും വിശ്വസിക്കില്ല കേട്ടാ. എന്നെ വിശ്വസിക്കുകയേ ചെയ്യരുത്. ലോകം മൊത്തം പറഞ്ഞു കേട്ടില്ലേ, ഷാജി ബ്രദർ ദുരുപദേശമാണ്. ബൈബിൾ വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ.
ഇതാ വായിച്ചേ, കൊരിന്ത്യൻ 3:17-18. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. വേണോ മോനെ ഇതേ പ്രതിമയായി രൂപാന്തരപ്പെടണോ നിനക്ക്? അതോ നിനക്ക് പഴയ ആദത്തിന്റെ പ്രതിമയായി നിന്നാ മതിയാ? ക്രിസ്തുവിന്റെ അതേ പ്രതിമയായി മാറണോ? ഫോം ഓഫ് ലൈഫ് ചേഞ്ച് ചെയ്യണോ? ദൈവം നിശ്ചയിച്ചാണ് അതിനു വേണ്ടിയാ. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മതി. ദൈവം നിശ്ചയിച്ച അതിനു വേണ്ടിയാ. ഇതുകൊണ്ടാണ് റോമ 8:29 ദൈവം നിശ്ചയിച്ചത് അതിനു വേണ്ടിയാണ്. എന്താ തെളിവ്? റോമ 8:29 പറയുന്നു, നാം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? തന്റെ പുത്രനായ ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് ആ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട്, ഫോം ഓഫ് ലൈഫ്, അനുരൂപമാകുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. ആർക്ക് തടയാൻ പറ്റും? തടയാൻ പറ്റുമോ ദേവദാസനെ? ദുരുപദേശം തടയാൻ പറ്റുമോ? റോമ 8:29 വായിച്ച്. ദൈവം മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിനെ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. ക്രിസ്തുവിന്റെ സ്വരൂപത്തിന് അനുരൂപമാണോ? ദൈവം മുൻ നിയമിച്ചിരിക്കുക. ഇതുകൊണ്ടാ പറഞ്ഞേ, ഓരോ നിമിഷവും അതേ പ്രതിമയായി നാം രൂപാന്തരപ്പെടുന്നു. അവൻ ആരാണ്? ക്രിസ്തു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. നീ ആരാണ്? അതേ പ്രതിമയായി തീരാൻ മുൻ നിയമിക്കപ്പെട്ടവനാ. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? വീണ്ടും വീണ്ടും കേൾക്കുക. വിശ്വസിക്കാൻ ഇത്തിരി പാടാ. അണ്ട് ബൈബിൾ വെച്ചിട്ട് ബരോവുള്ളവരുടെ ഉത്താന്മാരാണ്. ഹല്ലേലൂയ. അല്ലാണ്ട് നേരെ പോയി പാസ്റ്ററോട് ചോദിക്കാൻ പോയി, അച്ഛനോട് ചോദിക്കാൻ പോയാ ഉള്ള വിശ്വാസം അടിച്ച് താഴെയിടും. നീ മുട്ട മടക്കി ദൈവത്തോട് ചോദിക്കും. ഹല്ലേലൂയ. ബൈബിള് തുറന്ന് വായിക്ക്. ഇനി 1 Corinthians 3-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുന്ന കാര്യം കാൺമിനി എത്ര വലിയ സ്നേഹമാ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നാം ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടാൻ. എന്നിട്ട് നമ്മളോട് പറയണം തൊട്ട് താഴെ, അതിന് താഴേക്ക് എഴുതുമ്പോ എഴുതിയിരിക്കുക, അവൻ ക്രിസ്തു പ്രത്യക്ഷമാകുമ്പോൾ നാം ക്രിസ്തുവിനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകിയാൽ നാം ഓരോരുത്തരും ആ ക്രിസ്തുവിനോട് സദൃശ്യരാകും. ഹല്ലേലൂയ. ആ ക്രിസ്തുവിനോട് സദൃശ്യരാകുമെന്ന്, ഫോം ചേഞ്ച് ചെയ്യുമെന്ന്. ഹല്ലേലൂയ. ഫോം ചേഞ്ച് ചെയ്യും. ദൈവപുത്രന്മാരുടെ ക്രിസ്തുവിന്റെ ഫോമിലേക്ക് നാം മാറ്റപ്പെടും. വായിച്ചു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. ക്രിസ്തു പ്രത്യക്ഷനാവുമ്പോൾ നാം ക്രിസ്തുവിനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് ക്രിസ്തുവിനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. നാം അറിയുന്നോ? ഒരു രക്ഷയില്ല. നാം അറിയുന്നൊന്നുമില്ല. നാം അതിനെ റെസിസ്റ്റ് ചെയ്യുക. ഞാൻ ഒരിക്കലും ക്രിസ്തുവെ പോലെ ആവൂല. കാരണം ക്രിസ്തു അത്യുന്നതനായ ദൈവം. ഞാൻ എങ്ങനെ അത്യുന്നതനായ ദൈവത്തെ പോലെയാണ്? എന്റെ മോളെ, നമ്മളെ ആരെയും അത്യുന്നതനായ ദൈവം വിളിച്ചിട്ടില്ല. നമ്മളെ വിളിച്ചത് അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെ പോലെ ആകാനാണ് വിളിച്ചത്. അത്യുന്നതനായ ദൈവത്തെ പോലെ ആകാൻ ആഗ്രഹിച്ച നിഷ്കളങ്ക ഒരു മാലാഖ ഉണ്ടായിരുന്നു. അവനെ വെട്ടി താഴെയിട്ടു. അവനാണ് ഇന്നത്തെ പിശാച്. വേറെയും അത്യുന്നതനായ ദൈവത്തെ പോലെ ആകാൻ ഈ പിശാചിനാൽ ചതിക്കപ്പെട്ട് ഹവ്വ തിന്നാൽ നീ ദൈവത്തെ പോലെ ആവുമെന്ന് പറഞ്ഞു. അവളും അതിനുവേണ്ടി ശ്രമിച്ചു. അവളും കുടുംബവും വീണു. നമ്മൾ ആ ഒരു പണിക്ക് പോകണ്ട. നമ്മൾ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെ പോലെ ആയാ മതി എന്നാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവെ അനുഗമിച്ച് നാൾതോറും ആ ക്രിസ്തുവിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി ആ ക്രിസ്താനുരൂപന്മാരായി ആ കണ്ണാടിയിൽ എന്നതുപോലെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഞാൻ ചിന്തിക്കുന്നു എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു എന്താണ് ദൈവരൂപത്തിലിരിക്കെ. ദൈവരൂപം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോം ഓഫ് ലൈഫ്. ഹല്ലേലൂയ. ഇറ്റ് ഈസ് ആൻ എക്സിസ്റ്റൻസ്. ധാരാളം ജീവന്റെ ഫോമുകളുണ്ട്. അമീബ മുതൽ ഈ ഭൂമിയിൽ ഇതാ നീലത്തിമിംഗലം വരെ ഫോമുകൾ ധാരാളം ഉണ്ട്. ജീവന്റെ ഫോമുകളുണ്ട്. സ്വർഗത്തിൽ ജീവന്റെ ഫോമിന്റെ സ്രോതസ്സാണ്, സോഴ്സാണ് പിതാവ്. താൻ മാത്രം അമർത്യതയുള്ളവൻ. ജീവൻ
മുഴുവൻ പിതാവിനാണ്. ഹല്ലേലൂയ. ജീവന്റെ ഫോം. അതേപോലെ തന്നെ പുത്രനുമായി തീരാൻ പുത്രന് ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നു, വരം കൊടുത്തിരിക്കുന്നു. അങ്ങനെ പുത്രനും അതേ ഗിഫ്റ്റ് ഉണ്ട്. ഈ ജീവനുമായിട്ടാണ് പുത്രൻ നമ്മുടെ അടുക്കൽ വന്നത്. എന്നെ പിതാവ് അയച്ചിട്ടാ ഞാൻ വന്നത്. ആ പിതാവ് എന്നെ അയച്ചത് എനിക്ക് ജീവൻ തരാനും ആ ജീവൻ സമൃദ്ധിയായി തരുവാനുമാണ്. അതാണ് പിതാവ് സ്വർഗത്തിൽ നിന്നൊരു സാക്ഷ്യം പറഞ്ഞു. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പുത്രനുള്ളവന് നിത്യജീവനുണ്ട്, പുത്രനില്ലാത്തവനോ നിത്യജീവനില്ല. അങ്ങനെ നാം എല്ലാവരും ഓരോ നിമിഷവും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി ക്രിസ്തുവെ പോലെ രൂപത്തിന് അന്തരം വരണം. നമ്മളുടെ ഫോം ഓഫ് ലൈഫ് ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഫോം ഓഫ് ലൈഫ് ചേഞ്ച് ചെയ്താൽ നമ്മളുടെ ദ്രവിക്കുന്ന ഈ മർത്യ രൂപം മാറ്റിയിട്ട് നമ്മളെ അമർത്യമായ ദൈവപുത്രന്റെ രൂപത്തിലേക്ക് മാറ്റുവാനിടയാകും. ഗോഡ് ക്ലാസ്സിലേക്ക് മാറ്റുവാനിടയാകും. ദൈവപുത്രന്മാരുടെ നിലയിലേക്ക് മാറ്റുവാനിടയാകും. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ കുടുംബമായി ദൈവത്തിന്റെ പുത്രന്മാരായി തീരും. അതുകൊണ്ട് എഫേസ്യർ 2:18-19 പറയുന്നത്, നാം ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ഗോഡ്സ് ഫാമിലി. From earthly family to the heavenly family. From dying people to deathless people, the sons of God. Hallelujah. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് ഒരുമിച്ച് ആ ദൈവം ഒരുക്കിയ മനോഹരമായ ആ ദൈവ കുടുംബത്തിലേക്ക് യാത്രയാകും. ഫോം ഓഫ് ലൈഫ് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ആരും ചതിക്കരുത്. യെശയ്യാ 9:6 യേശു ക്രിസ്തു ദൈവം തന്നെയാണ്, അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവല്ല, ആ പിതാവിന്റെ മകനാണ്. പക്ഷെ ഇവിടെ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ താൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഇതാ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മക്കൾ, ദൈവം തന്നെ ഏൽപ്പിച്ച മക്കൾ ജഡരക്തങ്ങളോട് കൂടിയുള്ളവനാകിയ അവരും ആത്മാവാകുന്ന ക്രിസ്തു ജഡരക്തങ്ങളോട് കൂടിയുള്ളവനായി ജീവപര്യന്തം മരണത്തിന് അടിമകളായവരൊക്കെയും പിശാചിന്റെ അടിമത്തത്തിൽ വിടുവിച്ചു. അവന് പേരായി വീരനാം ദൈവം. ഹല്ലേലൂയ. ദാവീദിന് ഗോലിയാത്തിനെ താഴെയിട്ട് വീരനായെങ്കിൽ, ഹല്ലേലൂയ, ഇതാ അലക്സാണ്ടർ ലോകം മുഴുവൻ കീഴടക്കി അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആയെങ്കിൽ, ശ്രീജേഷ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത് മെഡൽ നേടി ഒളിമ്പ്യൻ ശ്രീജേഷ് ആയെങ്കിൽ, എന്റെയും നിങ്ങളുടെ കർത്താവായ യേശു പിശാചിനെ കൂട്ടരെ കാൽവരി ക്രൂശിൽ പരാജയപ്പെടുത്തി വീരനാം ദൈവമായി ദൈവപുത്രനായി വിളങ്ങി. ആ പ്രവചനം 2000 വർഷം മുമ്പ് കാൽവരിയിൽ നിറവേറി. ഇനിയും നിറവേറാനുള്ള പ്രവചനമാണ്. ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. ആധിപത്യം അവന്റെ തോളിലിരിക്കുക. അത് നമുക്ക് ചേർന്ന് പ്രവർത്തിക്കുക. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവായ, നമ്മളുടെ നേതാവായ, നമ്മുടെ ലീഡറായ, രാജാക്കന്മാർ രാജാവായ ആ ക്രിസ്തുവോട് ചേർന്ന് ക്രിസ്തുവെ അനുഗമിച്ച് ക്രിസ്തുവെ ധരിച്ച് ക്രിസ്തുവിന്റെ തലയോളം വളരാ. അങ്ങനെ സ്വർഗീയ പിതാവിന്റെ മാർലണയാ. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. എന്റെ സഹോദരങ്ങളെ, സഭയെ, ദേവദാസന്മാരെ, എനിക്ക് നിങ്ങളോട് ആരോടും വിരോധമില്ല. ഞാൻ ഒറ്റ കാര്യം ആഗ്രഹിക്കുന്നുള്ളൂ. വചനം ജയിക്കും. വചനം ജയിക്കണം. വചനം ജയിച്ചാൽ ആ ജയം നമ്മുടെ ജയം അല്ല. വചനത്തെ മാറ്റുന്നതിൽ നമ്മൾ ജയിച്ചാൽ നമ്മളെ മാറ്റുന്നതിൽ ദൈവം പരാജയപ്പെടും. വചനം പരാജയപ്പെടും. അതിനനുവദിക്കരുത്. വചനം ജയിക്കട്ടെ. നമുക്ക് തോക്കാം. എന്റെ ഈ വചനങ്ങളുടെ മേൽ പണിയുന്നവൻ അവൻ നിലനിൽക്കും. അല്ല, മനുഷ്യർ പറയുന്ന ആ അഭിപ്രായം, ഈ അഭിപ്രായം മണലിന്മേൽ പണിതാൽ കാറ്റടിക്കാൻ കൊടുങ്കാറ്റ് വരും, നമ്മൾ പണിത് താഴെ വീഴും. നമുക്ക് സ്നേഹനിധിയായ ഒരു പിതാവിനെ ക്രിസ്തു വരച്ച് കാട്ടിയിരിക്കുന്നു. ആ ക്രിസ്തുവെ അനുഗമിച്ച് നമുക്ക് അപ്പന്റെ അടുക്കിലേക്ക് യാത്രയാണ്. ക്രിസ്തുവിൽ ഞാൻ എന്റെ നാട്ടിലേക്ക് എന്നപ്പന്റെ അടുക്കലെ യാത്രയെങ്കിൽ, സ്നേഹിതർ വിട്ട് പിരിയുമ്പോഴും ഞാൻ ഓരോ പടി കൂടെ ദൈവത്തോട്, പിതാവിനോടും പുത്രനോടും ആത്മാവിലുള്ള കൂട്ടായ്മയിൽ കാത്തിരിക്കുന്ന എൻ ദൈവത്തോട് ലോകം വെറുത്തു ഞാൻ യാത്രയാണേ. അപ്പാ,
അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരും. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ നാഥൻ രക്ഷിതാവുമായ യേശുവെ അനുഗമിച്ച് യേശുവെ ധരിച്ച് ഞങ്ങൾ കടന്നു വരും. ഞങ്ങളെ സ്വീകരിക്കുക. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മഹാപദവിക്കായി നന്ദി. അങ്ങയുടെ സഭയ്ക്ക് അങ്ങ് റിലീസ് ചെയ്ത് കൊടുത്ത എല്ലാ വചനങ്ങൾക്കുമായി നന്ദിയോട്. ഈ വചനം അങ്ങ് ഹൃദയത്തിൽ എങ്ങനെ ആഗ്രഹിച്ചു അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ വരുവാൻ, അവർ അതിൽ ജീവിച്ച് ക്രിസ്തുവാകുന്ന തലയോളം വളർന്ന് സ്വർഗീയ പിതാവേ അങ്ങിൽ എത്തിച്ചു വരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ അവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഒരു അനുഗ്രഹിക്കുന്നു. ഇവരെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇനിയും കർത്താവ് ഉപദേശത്തിന് ഓരോ കാറ്റിനാൽ അലഞ്ഞു ഉഴഞ്ഞു നടക്കുന്ന ശിശുക്കളായി തീരാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ മക്കളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ സകല ആവശ്യങ്ങളിലും കൂട്ടായിരിക്കണം. രോഗികളായിരിക്കുന്നവരെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ജനത്തിന്റെ മേൽ അങ്ങയുടെ സൗഖ്യം കൽപ്പിക്കുകയാണ്, അങ്ങയുടെ സമാധാനം കൽപ്പിക്കുകയാണ്, അങ്ങയുടെ ഐശ്വര്യം കൽപ്പിക്കുകയാണ്. എല്ലാ ദുഃഖങ്ങളും മാറി ദൈവിക സന്തോഷമായി തീരട്ടെ. നാളെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയ പൈതലിന്റെ മേൽ ദൈവിക സന്തോഷവും സമാധാന അനുഗ്രഹവും കടന്നു വരട്ടെ. എല്ലാ ദുഷ്ട പൈശാചിക ശക്തികളോട് കൽപ്പിക്കുന്നു. ഈ വചനം കേട്ട ഏവരോടുമുള്ള നിന്റെ എല്ലാ അഭ്യാസങ്ങളും മാറി വിട്ടുമാറുവാൻ കൽപ്പിക്കുകയാണ്. ദൈവിക സമാധാനത്താൽ സ്നേഹത്താൽ ഇവർ നിറയപ്പെടട്ടെ. സർവ്വമഹത്വം പിതാവേ അങ്ങേക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം നിങ്ങളെ അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രിയ മക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, മറന്നു പോകരുത്. ദൈവം അനുവദിക്കുന്ന അടുത്ത ധ്യാനം ഡിസംബർ 2-ാം തീയതിയാണ്. നിങ്ങൾ കടന്നു വരിക, അനേകരെ കൂട്ടിക്കൊണ്ടുവരിക. നമുക്ക് ഒരുമിച്ച് മനുഷ്യരെ പിടിക്കുന്നവരാകാം. അപ്പോൾ തന്നെ ഇതാ ഡിസംബർ 1-ാം തീയതി ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഗോസ്പൽ ടിവിയുടെ മെന്റർഷിപ്പിൽ നടക്കുന്നുണ്ട്. മോഡറേറ്റർ ആയിട്ട് സാജു തോമസ് ആണ് കടന്നു വരുന്നത്. അപ്പോ ആ പ്രത്യേക സംഭവം നിങ്ങൾ ആരും മിസ്സാകരുത്. അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ സ്വകീയ പിതാവിനെ ഒഴിവാക്കുവാൻ നോക്കണം. പിശാചിന്റെ പദ്ധതി വളരെ അഡ്വാൻസ് എടുക്കുകയാണ്. ദൈവജനത്തിന് ഇത് അറിയത്തില്ല. അവര് പാവങ്ങൾ ഇതിന്റെ പുറകെ നടക്കുകയാണ്. യേശു 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 എന്ന് പറഞ്ഞിട്ട്. പക്ഷെ യേശു തന്റെ അപ്പനെ വെളിപ്പെടുത്തി എന്നുള്ള കാര്യം അവർ മറന്നുപോകുന്നു. ആ ഒരു തലം വ്യക്തതയോടെ ജനങ്ങൾക്ക് അത് തീർച്ചയായും ഒരു അറിവ് കൊടുക്കേണ്ട ചുമതല നമുക്കാണ്. അറിവ് കൊടുത്തിട്ട് അവരനുസരിക്കുന്നില്ല എങ്കിൽ ഓക്കെ, നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ചെയ്യുക. അതിനായി എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുക. ദൈവം അനുവദിക്കുന്നു. നാളെ സഭായോഗം നമുക്ക് രാവിലെ കാണാം. ആരും സഭായോഗം മുടക്കരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ചുറ്റുപാടുള്ളവരൊക്കെ കടന്നു വരാൻ ശ്രമിക്കുക. എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളൊരു വില മുടക്കി ദൈവത്തിന് യാഗം കഴിക്കുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോ അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കുക. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കാനിടയാണ്. ദൈവം അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവത്തോട് സംസാരിച്ചോ? അങ്ങനെ ഹൃദയം തുറന്ന് കരങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞേ. ആ മഹത്വമൊക്കെ ദൈവത്തിന് കിട്ടട്ടെ. ഹല്ലേലൂയ. ദൈവം അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ക്രിസ്ത്യാനികളിലേക്ക്